നമസ്കാരം. പയൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇങ്ങനെ മിണ്ടാതിരിക്കാനാണോ ഇത്ര വലിയ രാഷ്ട്രീയ ആത്മവിശ്വാസം കാട്ടിയത്? തോൽവിയുടെ കാരണത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയാനാകാതെ വിയർത്തു നിൽക്കുന്ന CPM നേതൃത്വം. പതിവായി മണിക്കൂറുകളോളം മാധ്യമങ്ങളെ കണ്ടിരുന്ന AKG സൗധത്തിലെ AC മുറിയിൽ പോലും MV ഗോവിന്ദന് 10 മിനിറ്റ് ഇരിക്കാനായില്ല. ചോദ്യങ്ങൾ കടുപ്പമായപ്പോൾ വേദി വിട്ടിറങ്ങൽ. മറുപടികളില്ല, വിശദീകരണങ്ങളില്ല. പാർട്ടി പരിശോധിക്കും, തിരുത്തും എന്ന പഴയ വരികൾ ആവർത്തിക്കുമ്പോൾ, സഖാക്കൾക്ക് പേടിക്കാതെ പാർട്ടിയോട് പറയാമെന്ന് പറയുമ്പോൾ ജനങ്ങളോട് പറയാൻ എന്തിനു പേടി? ക്യാപ്റ്റൻ എന്ന ഇമേജിൽ മുന്നോട്ട് വന്ന പിണറായി വിജയൻ പോലും ഒരക്ഷരം ഉരിയാടാതെ നിശബ്ദം. കേരളത്തിലെ ജനങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ ഭയം. ഇന്നലെ വരെ ഉയർന്ന ശബ്ദത്തിൽ വെല്ലുവിളികളും മുദ്രാവാക്യങ്ങളും ഉയർത്തിയവർ ഒറ്റ ദിവസം കൊണ്ട് മൗനത്തിന്റെ വാൽമീകത്തിൽ. ജനങ്ങൾ വിധി പറഞ്ഞപ്പോൾ CPM നേതാക്കൾക്ക് ശബ്ദം നഷ്ടപ്പെട്ടു. ഇന്നലെ വരെ വെല്ലുവിളിച്ച് മൈക്ക് പൊട്ടിച്ചവർ ഇന്ന് ഒരു വാക്ക് പോലും പറയാൻ പേടിക്കുന്നു. ഇത് തോൽവിയുടെ വേദനയോ അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമോ? ക്യാപ്റ്റൻ എവിടെ? എങ്ങനെ തോറ്റു എന്നതിന്റെ ആദ്യ വിലയിരുത്തലിനായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് യോഗം ചേർന്നു. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ എന്തെങ്കിലും പറയുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ 10 മിനിറ്റ് പോലും തികച്ചു വാർത്താ സമ്മേളനം നീണ്ടില്ല. MV ഗോവിന്ദന്റെ ചില പ്രതികരണങ്ങളിലേക്ക്. ഈ തെരഞ്ഞെടുപ്പിൽ LDFന് 37.6% വോട്ടാണ് ലഭിച്ചത്. അത് താരതമ്യേന കുറഞ്ഞ ശതമാനം വോട്ട് തന്നെയാണ്. എന്നാൽ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ 2019 35.1%, 2024 33.35% വോട്ടുകളാണ് LDFന് ലഭിച്ചിരുന്നത്. ആ സന്ദർഭത്തിലെല്ലാമുള്ള തിരിച്ചടിയിൽ നിന്ന് പാഠം പഠിക്കുകയും ജനങ്ങൾക്ക് ബോധ്യമാകും വിധത്തിൽ തിരുത്തലുകൾ വരുത്തിയും ഇടതുപക്ഷം തിരിച്ചു വന്ന ചരിത്രമാണ് കേരളത്തിൽ ഉള്ളത്. വിലയിരുത്തലുകൾ സത്യസന്ധമായിരിക്കും. അത് സംബന്ധിച്ച് വളരെയേറെ പ്രാധാന്യത്തോടുകൂടി മെയ് ജൂൺ മാസങ്ങളിൽ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും വിളിച്ചു ചേർത്ത് എല്ലാ സഖാക്കൾക്കും പറയുന്നത് കേൾക്കാനും മുഖവിലക്കെടുക്കാനും സാധിക്കണമെന്നാണ് ഇപ്പോഴും പാർട്ടിയെ ആദ്യം തന്നെ ആലോചിച്ചത്. പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം എന്ന കാര്യത്തിലും ഇപ്പോൾ CPMന് ഒരു തീരുമാനമെടുക്കാൻ ആയിട്ടില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇതേക്കുറിച്ച് അന്തിമ തീരുമാനം വന്നിട്ടില്ല. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ചർച്ച തുടരുകയാണ്. VV അരുൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, പ്രതിപക്ഷ നേതൃസ്ഥാനം പിണറായി വിജയൻ ഏറ്റെടുക്കുമോ ഇല്ലയോ അത് കേൾക്കുവാൻ കേരളം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പിണറായി വിജയൻ ഇതുവരെ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. അത് തോൽവിയെക്കുറിച്ച് പറയേണ്ട കടമ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹം ജനങ്ങളോട് പറയാൻ മടിക്കുകയാണ്. അതോടൊപ്പം പ്രതിപക്ഷ നേതൃസ്ഥാനത്തെക്കുറിച്ച് ഏത് തരം ചർച്ചയാണ് നടക്കുന്നത്? ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എങ്ങനെയാണ് ഇതേക്കുറിച്ചുള്ള ചർച്ച വന്നത്? മഞ്ജുഷ, തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 48 മണിക്കൂർ പിന്നിടുന്നു. തെരഞ്ഞെടുപ്പിനെ ഇടതുമുന്നണി നയിച്ചത് പിണറായി വിജയനാണ്. പക്ഷെ അദ്ദേഹം ഇതുവരെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരു പ്രതികരണവും അത് നേരിട്ട് മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ നടത്തിയിട്ടില്ല. ഇന്ന് സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചു. പക്ഷെ അതിന്റെ ഒരു കൃത്യമായ വിവരം നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് പരാജയം വലിയ ആഴത്തിലുള്ളതാണെന്ന തിരിച്ചറിവ് CPMനുണ്ട്. സംസ്ഥാന സെക്രട്ടറി യോഗത്തിലും അതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകളാണ് നടന്നത്. സംസ്ഥാന നേതൃത്വത്തിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ വിമർശനം വന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരം. എന്നാൽ പാർട്ടി സെക്രട്ടറി ഇന്ന് വാർത്താസമ്മേളനം നടത്തുമ്പോൾ കൃത്യമായ ഒരു മറുപടി, എന്തുകൊണ്ട് തോറ്റു എന്ന കാര്യത്തിൽ കൃത്യമായ മറുപടിക്ക് തയ്യാറായില്ല. വലിയ അപ്രതീക്ഷിതമായ തിരിച്ചടി എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞ അതേ നിലപാട് ആവർത്തിക്കുന്നതിനപ്പുറത്തേക്ക് ഇത് പരിശോധിക്കുമെന്ന് പറഞ്ഞ അപ്പുറത്തേക്ക് എന്താണ് തിരിച്ചടിയുടെ കാരണമെന്ന ഒരു ചർച്ചയുടെ വിശദാംശങ്ങളോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്തരം തോൽവിയുണ്ടായെന്നോ പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കിയില്ല. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞത്, ഇനിയുള്ള ചർച്ചകളിൽ, റിവ്യൂ ചർച്ചകൾ, അവലോകന ചർച്ചകളിൽ പാർട്ടി സഖാക്കൾക്ക് നിർഭയവും സ്വതന്ത്രവുമായ അഭിപ്രായം പറയാം
എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൂടി എം വി ഗോവിന്ദന്റെ ഭാഗത്തുണ്ടായി. അത് ധ്വനിപ്പിക്കുന്നത് ഇത്രയും നാൾ അങ്ങനെ ഇല്ലായിരുന്നു എന്ന വിമർശനം, അഭിപ്രായം ഏതോ കോണിൽ നിന്ന് ഉയർന്നു വന്നു. അത് തീർത്തും CPM-ന്റെ രീതിക്ക് വിരുദ്ധമായ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയത്. ഏതായാലും പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രതിപക്ഷ നേതാവിനെ ഉടൻ തീരുമാനിക്കേണ്ടതില്ല, കാരണം മുഖ്യമന്ത്രി പോലും തീരുമാനിച്ചിട്ടില്ല. 10-11 തീയതികൾ CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ യോഗം ചേരുന്നുണ്ട്. അതിനുശേഷമാകും ഒരുപക്ഷെ CPM-ന്റെ ഈ ഇടതുമുന്നണിയുടെ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുക. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരണമെന്ന അഭിപ്രായമുള്ളവർ CPM-നുണ്ട്. മറിച്ച് ഒരു തലമുറ മാറ്റമാണ് അനിവാര്യം. പാർട്ടി സെക്രട്ടറിയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയും ഒക്കെ മാറണം, പിണറായിയും ഒക്കെ മാറി പുതുതലമുറ വരണം എന്നൊരു ആവശ്യം കൂടി ഉയർന്നു വന്നേക്കാം. അതിൽ അന്തിമ തീരുമാനം CPM-ന്റെ കേന്ദ്ര നേതൃത്വത്തിന്റെയും പൊളിറ്റ് ബ്യൂറോയുടെയും ആയിരിക്കും. ഏതായാലും ശക്തമായ ഒരു പ്രതിപക്ഷമായിട്ട് നിലകൊള്ളണം എന്നതുകൊണ്ട് പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി വരട്ടെ, അങ്ങനെ ഒരു അഭിപ്രായം കൂടി പാർട്ടിയിൽ ഉണ്ടല്ലോ അല്ലേ? പക്ഷേ അദ്ദേഹം അതിന് തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം പ്രസക്തവുമാണ്. ഇന്ന് അരുൺ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചിരുന്നു എം വി ഗോവിന്ദനോട്, 10 വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ടും ഒരക്ഷരം പോലും മിണ്ടാത്തത് എന്ന്. മിണ്ടും എന്നുള്ള കാര്യം മാത്രമാണല്ലോ അദ്ദേഹം പറഞ്ഞത് അല്ലേ എം വി ഗോവിന്ദൻ? തീർച്ചയായിട്ടും പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുമെന്ന് കരുതുന്നത് അങ്ങനെ വിലയിരുത്താൻ 2 കാരണങ്ങളാണ്. ഒന്ന്, CPM വലിയ പ്രതിസന്ധിയുടെ കടന്നുപോയപ്പോൾ VS പിണറായി വിഭാഗീയതയുടെ കാലത്ത് പാർട്ടി ഒരുപക്ഷെ ഒരു പിളർപ്പിലേക്ക് തന്നെ പോകുമെന്ന സാഹചര്യമുണ്ടായിരുന്നു. അവിടെ പാർട്ടിയെ പിടിച്ചു നിർത്തിയത് VS ഗ്രൂപ്പുകാരെ വെട്ടിയൊതുക്കിയതിലൊക്കെ മറ്റൊരു വശമാണ്. പക്ഷേ പാർട്ടിയെ പിടിച്ചു നിർത്തിയത് ശക്തമായി ഒറ്റക്കെട്ട നേതൃത്വം പിണറായി വിജയൻ നേതൃത്വമെന്ന പൊതുവിൽ അംഗീകരിക്കപ്പെട്ട ഒന്നാണ്. 2 തവണ ഭരണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് പിണറായി വിജയനാണ്. അങ്ങനെ ഒരു പിണറായി വിജയൻ CPM അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുമ്പോൾ, ഇങ്ങനെ വലിയ പരാജയ ഭീതിയിൽ പരാജയത്തിൽ പാർട്ടിയും മുന്നണി നിൽക്കുമ്പോൾ അത് ഇട്ടെറിഞ്ഞു പോകുമോ എന്ന സംശയം. ഇപ്പോൾ തന്നെ പ്രതിപക്ഷ നിര ദുർബലമാണ്. ഭരണപക്ഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിയമസഭയിൽ വരാൻ പോകുന്ന 35 MLA-മാർ മാത്രം, അതിൽ തന്നെ ഏറെ നിരവധി പുതുമുഖങ്ങൾ, കരുത്തുറ്റ നേതാക്കളുടെ വലിയൊരു കുറവ് CPM-ന്റെ ഇപ്പോഴത്തെ ഇടതുമുന്നണി നിയമസഭാ കക്ഷിയിൽ ഉണ്ടാകും. അവിടെ പിണറായി വിജയൻ കൂടി മാറി നിന്നാൽ ആര് നയിക്കും, എന്ത് വിലയാണ് അവിടെ നിയമസഭയിൽ കിട്ടുക എന്ന ചോദ്യമൊക്കെ CPM-നെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ കുറച്ചു നാളത്തേക്ക് ചെറിയ കാലയളവിലേക്കെങ്കിലും പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കും. KN ബാലഗോപാലിനെ ഉപനേതാവാക്കിക്കൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമെന്ന് കരുതുന്നവർ ഏറെയുണ്ട്. അത്തരം ആവശ്യമുള്ളവരുമുണ്ട്. മറുഭാഗം കൂടിയുണ്ട് CPM-ൽ. ഇപ്പോൾ ഒറ്റ ഒരു നിലപാടായി ഇത് കാണാൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നില്ല. കാരണം പിണറായിയാണ് നേതൃത്വം നൽകിയത്. പിണറായിയുടെ നിലപാടുകളുടെ, പിണറായിയുടെ വ്യക്തിപരമായ പാളിച്ചകളുടെ കൂടി ഫലമാണ് ഇത്തരമൊരു തിരിച്ചടി ഉണ്ടായത്. അതുകൊണ്ടാണ് കണ്ണൂരിൽ പിണറായിയുടെ തട്ടകത്തിൽ CPM-ൽ ഏറ്റവും ശക്തി കേന്ദ്രമായ ധർമ്മടത്ത് ഉൾപ്പെടെ പാർട്ടിക്ക് വോട്ട് കുറഞ്ഞത്, പിണറായി പോലും 6 റൗണ്ട് പിന്നിൽ പോയത്. അതുകൊണ്ട് പിണറായി മാറി നിൽക്കട്ടെ എന്ന അഭിപ്രായവും CPM-നുണ്ട്. പ്രത്യേകിച്ച് കീഴ്ഘടകങ്ങളിൽ അത്തരം വലിയ ചർച്ച സാമൂഹ്യ മാധ്യമങ്ങളുടെ അടക്കം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് CPM എത്തിയിട്ടില്ല. പിണറായി വരണമെന്ന ആവശ്യത്തിലാണ് മുൻതൂക്കമെങ്കിൽ ഒരുപക്ഷെ അത് തന്നെ ഉണ്ടായേക്കും. ചെറിയൊരു കാലയളവിലേക്കെങ്കിലും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. KN ബാലഗോപാൽ ഉപനേതാവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ KN ബാലഗോപാലത്തിനെ പ്രതിപക്ഷ നേതാവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ മറ്റാരും എന്ന് പറയുമ്പോൾ അങ്ങനെ എടുത്തു കാട്ടാൻ പോലും നേതാക്കളില്ലാത്തൊരു പരിമിതി CPM-ന്റെ നിയമസഭാ കക്ഷിക്കുണ്ട്. KN ബാലഗോപാൽ കഴിഞ്ഞാൽ പിന്നീട് 2 സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളാണ് മുതിർന്ന പാർട്ടി ഘടകങ്ങളിൽ നിന്നുള്ളത്. അത് ഒന്ന് സജി ചെറിയാനാണ്. നമുക്കറിയാം സജി ചെറിയാന്റെ പല വിവാദ പ്രസംഗങ്ങളും അദ്ദേഹത്തിന് പലപ്പോഴും ദോഷം ചെയ്യാറുണ്ട്. അത്തരമൊരാൾ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരാൻ സാധ്യത കുറവാണ്. മറ്റൊന്ന് മുഹമ്മദ് റിയാസാണ്. മുഹമ്മദ് റിയാസിനെയും അത്ര സ്വീകാര്യം ലഭിക്കാനുള്ള സാധ്യത വിരളമാണ്. അതുകൊണ്ട് തന്നെയാണ് KN ബാലഗോപാൽ എന്ന പേരിലേക്ക് എത്തുന്നത്. പിണറായി വിജയൻ വേണ്ട എന്ന് തീരുമാനിക്കുകയോ പിണറായി വിജയൻ ആ സ്ഥാനം നിരസിക്കുകയോ ചെയ്താൽ KN ബാലഗോപാലാകും സ്വാഭാവിക ചോയ്സ്. അങ്ങനെ സംഭവിക്കാനിടയുണ്ട്. അല്ലെങ്കിൽ പിണറായി തന്നെ ചെറിയ കാലയളവിലേക്കെങ്കിലും പ്രതിപക്ഷ നേതാസ്ഥാനത്തേക്ക് വരാനും ഇടയുണ്ട്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഒന്നും സംസാരിക്കാതെ മാറി നിൽക്കുന്നത്? അദ്ദേഹം എപ്പോഴെങ്കിലും മാധ്യമങ്ങളെ കാണുമോ? എന്താണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടോ? ഇന്നലെ നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് പിണറായി ഇന്ന് മാധ്യമങ്ങളെ കണ്ടേക്കും. സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് ശേഷം കണ്ടേക്കുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോഴും സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചിട്ടില്ല. ഇന്നോ നാളെയോ പിണറായി മാധ്യമങ്ങളെ കാണുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പുമില്ല. CPM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടത് തന്നെ സെക്രട്ടറി യോഗം പൂർത്തിയായ ശേഷമല്ല. ഇടവേളയിൽ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹത്തിന് പറയാവുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അദ്ദേഹം കമ്മിറ്റിയിലേക്ക്, വീണ്ടും സെക്രട്ടറിയിലേക്ക് പോവുകയായിരുന്നു. ചോദ്യങ്ങൾക്ക് അദ്ദേഹം കാത്തുനിന്നില്ല. പിണറായി എന്ന് മാധ്യമങ്ങളെ കാണുന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സ്വാഭാവികമായി നേരത്തെയും ചില ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ പരാജയം ഏറ്റുവാങ്ങുമ്പോഴും പിണറായി
പിണറായി മാധ്യമങ്ങളെ കണ്ടില്ല. പക്ഷേ ഇത് അത്തരമൊരു സാഹചര്യമല്ല. സംസ്ഥാനത്ത് മുന്നണി നയിച്ചയാളാണ്, 10 വർഷം സംസ്ഥാനത്തെ ഭരിച്ചയാളാണ്. വലിയ തിരിച്ചടി മുന്നണിക്കും പാർട്ടിക്കും ഉണ്ടാകുമ്പോൾ അതിനെ ഉത്തരവാദിത്തം കൂടി സ്വാഭാവികമായി ഏറ്റെടുക്കേണ്ടി വരുന്നത് പിണറായി വിജയനാണ്. അത്തരം ഒരാളാണ് ഇപ്പോൾ മറുപടി പറയാതെ മാറി നിൽക്കുന്നത്. മാത്രമല്ല, സാധാരണഗതിയിൽ വിജയിക്കുന്ന പാർട്ടിയെ, മുന്നണിയെ അഭിനന്ദിക്കുക, അവർക്ക് ആശംസ തരിക എന്നൊരു സാമാന്യ രാഷ്ട്രീയ മര്യാദ കൂടി ഉണ്ടാകാറുണ്ട്. അതും ഇത്തവണ ഇടതു മുന്നണിയെ നയിച്ച പിണറായി വിജയനിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ശരി അരുൺ, എന്തായാലും അത് ആ ഒരു രാഷ്ട്രീയ മര്യാദ കാണിക്കേണ്ടതായിരുന്നു പിണറായി വിജയൻ. പക്ഷേ അദ്ദേഹം അതിന് ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയ മറുപടി കൂടി കേൾക്കാം. അതോടൊപ്പം തന്നെ എങ്ങനെയായിരിക്കും ഈ വിലയിരുത്തൽ നടത്താൻ പോകുന്നത്, പാർട്ടി സഖാക്കൾക്ക് ഏത് രീതിയിൽ പാർട്ടിയെ കാര്യങ്ങൾ ധരിപ്പിക്കാം എന്നതിനെക്കുറിച്ചും അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. ആകെ 9 മിനിറ്റ് സമയമാണ് ഈ വാർത്താ സമ്മേളനം നീണ്ടത്. MV ഗോവിന്ദന്റെ വാക്കുകൾ. പാർട്ടി സഖാക്കൾക്ക് നിർഭയമായും സ്വതന്ത്രമായും അവരുടെ ഘടകങ്ങളിൽ അഭിപ്രായങ്ങൾ പറയാൻ അവസരമൊരുക്കണം എന്നാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ അഭിപ്രായം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റും 2 ദിവസം നീണ്ടു നിൽക്കുന്ന ജില്ലാ കമ്മിറ്റികളും ചേരാൻ ഇപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ഏരിയ കമ്മിറ്റികളും, കേരളത്തിലെ മുഴുവൻ ഏരിയ കമ്മിറ്റികളും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ചേർന്ന് പരിശോധിക്കണം, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം എന്നിപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് എല്ലാ ലോക്കൽ കമ്മിറ്റികളും ചേരാനും ഇപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്. ഏരിയ കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് താഴെ ബ്രാഞ്ച് യോഗങ്ങളും പൂർണ്ണമായും ചേർന്ന് അവർക്ക് പറയാനുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേൾക്കണമെന്നും തീരുമാനിച്ചു. ഇത്തരം യോഗങ്ങളിലെ ചർച്ചകൾ കൂടി പരിഗണിച്ചാണ് പാർട്ടി തെരഞ്ഞെടുപ്പ് റിവ്യൂ തയ്യാറാക്കാൻ ഇപ്പോഴും തീരുമാനിച്ചത്. അല്ലാതെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു റിവ്യൂ തയ്യാറാക്കി താഴത്തേക്ക് പോവുകയല്ല. എല്ലാ കാര്യങ്ങളും കേട്ടതിന് ശേഷം, മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞ് അതുകൂടി മനസ്സിലാക്കി കൃത്യമായ ഒരു റിവ്യൂ ഇവരുടെ എല്ലാം ചർച്ചയ്ക്ക് ശേഷം തയ്യാറാക്കണം എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കണ്ടിട്ടുള്ളത്. രണ്ട് രീതിയുണ്ട്. താഴത്തേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് താഴെ പോയി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ തുടർന്ന് പാർട്ടി നിലപാട് സ്വീകരിച്ച് താഴത്തേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും തീരുമാനിച്ചത് ഈ തോൽവിയുടെ കാരണം താഴെത്തട്ടിലേക്കാൾ നന്നായി ബോധ്യമുള്ളത് മുകളിൽ ഇരിക്കുന്ന നിങ്ങൾക്കല്ല. കാരണം നിങ്ങളുടെയൊക്കെ പല വീഴ്ചകളും ചെയ്തികളുമല്ല ഈ തോൽവിക്ക് കാരണം. എന്താണ് ഈ UDF തലഘട്ടത്തിൽ നിദാനമായതെന്ന് വിലയിരുത്തുന്നത്? അതൊക്കെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ പരിശോധന ഞങ്ങൾ നടത്താൻ ഉദ്ദേശിച്ചു. എന്താ പറ ഇല്ല ഇലക്ഷൻ റിസൾട്ട് 2 ദിവസമായി. സംസ്ഥാനത്ത് 10 വർഷം വെച്ച മുഖ്യമന്ത്രിയാണ്. ഈ ഫലം വന്നതിന് ശേഷം ജനങ്ങളോട് നന്ദി പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിക്കുണ്ട്. ഇതുവരെ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ കാവൽ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പ്രതികരിക്കുമോ? ജനങ്ങളോട് എന്താണ്? എല്ലാവരും പ്രതികരിക്കും. എല്ലാവരും പാർട്ടി പ്രതികരിക്കും, അദ്ദേഹം പ്രതികരിക്കും, എല്ലാവരും പ്രതികരിക്കും. ശ്രീ ഷാവു പ്രസാദ്, ആരോ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതുപോലെയാണ് ഇന്ന് MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹത്തിന് അത്രേ പറയാൻ പറ്റുകയുള്ളൂ. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ എന്ത് കഴമ്പാണ് ഉള്ളത്? അദ്ദേഹം പറയുന്നു ഇനി പാർട്ടി കമ്മിറ്റികളെല്ലാം പരിശോധിച്ച് മുകളിലേക്ക് വന്ന്, ശരി, അത് പാർട്ടി സംഘടനാ സംവിധാനം അങ്ങനെ. പക്ഷേ ഈ സാഹചര്യത്തിൽ എങ്ങനെ തോറ്റു എന്നത് കൂടുതലും അറിയാവുന്നത് ഈ നേതാക്കൾക്ക് തന്നെയാണല്ലോ. അവരുടെ ചെയ്തികൾ ഇതിനൊരു കാരണമായിട്ടുമുണ്ട്. ഒരക്ഷരം മിണ്ടാതെ രക്ഷപ്പെടുവാനുള്ള തന്ത്രമല്ല ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മഞ്ജുഷേ. കാര്യം ഇവർക്ക് യാഥാർത്ഥ്യം അവർക്ക് അറിയാം. ആ അറിയാവുന്ന യാഥാർത്ഥ്യം ഇവർക്ക് പറയാൻ പറ്റില്ല. അവർക്ക് ഇനി എത്ര കുത്തി ചോദിച്ചാലും ആ സംഭവം അവർക്ക് പറയാൻ പറ്റില്ല. കാര്യം
ഇപ്പം ഇൻ കേസ് ഇപ്പൊ ഈ ഇലക്ഷൻ റിസൾട്ട് ഇതില് ഇവരുടെ ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ടല്ലോ, പയ്യന്നൂര്, കൂത്തുപറമ്പ്, ആ, തളിപ്പറമ്പ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളില് പഴയ സ്ഥിതി അവർ നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, അമ്പലപ്പുഴ അങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ, ഈ പാർട്ടി വിമതരായിട്ട് പുറത്തു വന്നവർ പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഈവൻ UDF ജയിച്ചു എന്ന് വിചാരിച്ചു. ആ UDF ജയിച്ചിരുന്നെങ്കിൽ പോലും ഇവർ വളരെ വീറോടുകൂടി വന്നേക്കും. കാര്യം UDFന്റെ വിജയം വർഗീയ ശക്തികളുടെ വിജയമാണ്, മറ്റതാണ് മറിച്ചാണ്, BJP ആയിട്ടുള്ള ഒത്തുകളിയാണ്, തേങ്ങയാണ്, മാടയാണ്, കോടയാണെന്നും പറഞ്ഞുകൊണ്ട് ഇവർ കളം നിറഞ്ഞു നിന്നേനെ, ഒരു സംശയമില്ല. പക്ഷേ ഈ ഒരു കാലത്തും കുലുങ്ങാത്ത CPM വലിയ തോൽവികൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ, വളരെ വലിയ തോൽവി. 2001 വലിയ തോൽവിയായിരുന്നു ഉണ്ടായിരുന്നത്, 77 വളരെ വലിയ തോൽവിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ആ സമയത്തും ആ കാലത്തും ഈ പറഞ്ഞ പാർട്ടി കോട്ടകൾ കുലുങ്ങിയിട്ടില്ല. ഇത് പാർട്ടി കോട്ടകളുടെ അടിത്തറ മാന്തികൾ. ഈ ഒരു അവസ്ഥ CPM ഒരിക്കലും അതായത് അവരിങ്ങനെ എന്താണ് ഒരു തുടച്ചു നീക്കലിന്റെ വക്കിലാണ്. മറ്റൊരു ബംഗാളിന്റെയും ത്രിപുരയുടെയും അവസ്ഥയിലേക്ക് അതിന്റെ ബ്രിമ്മില് നിൽക്കുകയാണ്, അതിന്റെ വക്കില് നിൽക്കുകയാണ് പാർട്ടി. ആ ബോധം അവർക്ക് നല്ലതുപോലെ ഉണ്ട്, അവർക്കത് മനസ്സിലായിട്ടുണ്ട്. അത് എത്ര ഇനി എന്തൊക്കെ ചെയ്താലും ആ ഡാമേജ് റിപ്പയർ ചെയ്യാനാവില്ല എന്നും ഇവർക്കറിയാം. കാര്യം കണക്കുകൾ സൂചിപ്പിക്കുന്ന അതാണ്. ഇങ്ങനെ ഇവിടെ നല്ല ഇതിപ്പം ലോകത്തെല്ലാ ഭാഗത്തും പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുണ്ടായ സ്വാഭാവികമായ ഒരു ഇതുണ്ടല്ലോ, പരിണതി ഉണ്ടല്ലോ, അതാണ് അത് തന്നെയാണ് ഇവിടെ. അങ്ങനെ സംഭവിക്കുമ്പോൾ അതിന്റെ ആ തകർച്ചയുടെ ഭാഗമായിട്ട് ഓരോ കാലഘട്ടത്തിൽ അതിനു പറ്റിയ നേതാക്കന്മാർ വരും, അതിനു പറ്റിയുള്ള പോളിസി ഡിസിഷൻസ് വരും, അതിനു പറ്റിയ സമീപനങ്ങൾ, അങ്ങനെ സ്വാഭാവികമായിട്ട് ഒരു ഓർഗാനിക് നേച്ചറാണ് അത്, അങ്ങനെ സംഭവിക്കുന്നതാണ്. അങ്ങനെയാണ് ഇവിടെ ഉണ്ടായത്. ശരിയാണ്. അതുകൊണ്ട് മറുപടി പറയാനും ബുദ്ധിമുട്ടും സ്വാഭാവികമായിട്ടും. ശ്രീ ജയചന്ദ്രൻ, ഇവിടെ ഈ പാർട്ടി സെക്രട്ടറിക്ക് എങ്ങനെ മറുപടി പറയാൻ പറ്റും? തളിപ്പറമ്പിൽ അദ്ദേഹത്തിന്റെ ഭാര്യ തോറ്റത് പാർട്ടി അണികൾ തോൽപ്പിച്ചതാണ്. ഇവിടെ ഷാബു പറഞ്ഞ വളരെ കറക്റ്റാണ്. പാർട്ടിക്കാരാണ് ഈ തോൽപ്പിച്ച കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരുന്നത്. അപ്പോൾ പിന്നെ എന്ത് മറുപടിയാണ് പാർട്ടി പറയുക? അതുകൊണ്ട് എങ്ങനെ തോറ്റു എന്നതിനെക്കുറിച്ച് തൽക്കാലം മൗനം തന്നെയായിരിക്കും. ഇനി മെയ് ജൂൺ മാസങ്ങളിൽ വിലയിരുത്തലൊക്കെ നടത്തിയിട്ട് വന്നു പറയും എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം. പക്ഷേ ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, പിണറായി വിജയൻ, ഒരു സാമാന്യ രാഷ്ട്രീയ മര്യാദയെങ്കിലുമുണ്ട്. ജയിച്ചവരെ ഒന്ന് അഭിനന്ദിക്കുക എന്നുള്ള കാര്യം പോലും അതുപോലും ചെയ്യാനാകാതെ മൗനത്തിൻ്റെ വാൽമീകത്തിൽ ഒളിച്ചിരിക്കുകയാണ്. എത്ര നാൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒളിച്ചിരിക്കാൻ പറ്റും? കേരള ജനത ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്. അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തിരിച്ചു ചോദിക്കുകയാണ്. എന്താണ് തിരിച്ചു ചോദിക്കുന്നത് മഞ്ജുഷേ? തിരിച്ചു പറയുന്നത് കടക്ക് പുറത്ത് എന്നായിരുന്നു. അതെന്ത് അങ്ങനെ തന്നെ സംഭവിച്ചു. ഇനിയിപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞ കാര്യമുണ്ടല്ലോ, വീട്ടിൽ പോയി ചോദിക്കാൻ. ഇത് ഈ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മള് പിന്നെ പ്രിജുഡീസ് എന്ന് പറയുമല്ലോ, മുൻവിധി. ഒരു മുൻവിധിയിൽ നിന്നുകൊണ്ടാണ് ചോദ്യങ്ങൾ തന്നെ വരുന്നത്. അപ്പൊ ആ മുൻവിധിക്കനുസരിച്ച് പെരുമാറേണ്ട ബാധ്യത സ്വാഭാവികമായും മറുപക്ഷത്തിന് ഉണ്ടാവുകയുമില്ല. ഇവിടെ മറുപക്ഷമായിട്ട് നിൽക്കുന്ന CPIM ആണല്ലോ. മഞ്ജുഷ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നത്തെ സെക്രട്ടേറിയറ്റിന്റെ കാര്യത്തിൽ സംഭവിച്ചെന്താണ്? മാധ്യമങ്ങൾക്ക് കഥ മെനയാൻ അവസരം കിട്ടുന്നില്ല. അതിന് പെട്ടെന്നൊരു നരേറ്റീവ് ഉണ്ടാക്കുകയാണ്. അവിടെ മുഖ്യമന്ത്രിക്കടക്കം വിമർശനം നേരിട്ടു കഴിഞ്ഞു. അത്രയെങ്കിലും പറയാൻ കഴിഞ്ഞല്ലോ എന്ന വലിയൊരു ആശ്വാസം, അതിൽ നിൽക്കുകയാണ് എല്ലാ മാധ്യമങ്ങളും ചെയ്യുന്നത്. എന്താണ് അവിടെ നടന്നത് വാസ്തവത്തിൽ? അതൊന്നും തപ്പിപ്പോകാനായിട്ട് അരുണെങ്കിലും കഴിയേണ്ടതല്ലേ? പിന്നെ ഞങ്ങൾ ഒരുമിച്ചും ജോലി ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ജേർണലിസ്റ്റാണ് അരുണിന് കഴിയേണ്ടതല്ലേ? അരുണും ചോദ്യം ചോദിക്കാൻ ഞാനും കേട്ടു. അവിടെ നടന്നത് എന്താണ് അത് ഞാൻ ചുരുക്കി പറയാം. അവിടെ നടന്നത് ഈ അതീവ മാരകമായ തിരിച്ചടിയാണ് പിന്നെ പാർട്ടിക്ക് നേരിടേണ്ടി വന്നത്, LDFന് നേരിടേണ്ടി വന്നത്. ഇതാണ് അവിടെ ആ പെർസെപ്ഷൻ തന്നെ അതായിരുന്നു. ആ മീറ്റിങ്ങിന്റെ, ആ സെക്രട്ടേറിയറ്റിന്റെ കുറച്ചു മുമ്പാണ് അവസാനിച്ചത്. അപ്പോൾ ഈ അതീവ മാരകമായ തിരിച്ചടിയെ സംബന്ധിച്ച് പിന്നെ എന്തൊക്കെയാണ് അതിന്റെ പ്രാഥമികമായ പാഠങ്ങൾ, അതിന്റെ വിലയിരുത്തലിലേക്ക് എങ്ങനെയാണ് പോകേണ്ടത്, അതിന്റെ വിശദവിവരം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ മൊഡാലിറ്റീസ് എന്തൊക്കെയായിരിക്കണം ആ മൊഡാലിറ്റീസ് വേണ്ടത്, ഇതാണ് അവിടെ തീരുമാനിക്കപ്പെട്ടത്. അല്ലാതെ പിന്നെ ഏതൊക്കെ നേതാവിന് പിഴച്ചു, ഏതൊക്കെ നേതാവ് നന്നായിട്ട് ചെയ്തു, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെറ്റെത്രത്തോളം ഉണ്ടായിരുന്നു,
അതിന്റെ ഗൗരവം ശരിയാണോ തെറ്റാണോ ഇതൊന്നും അളക്കുന്ന പരിപാടിയായിരുന്നില്ല ഇന്നത്തെ സെക്രട്ടേറിയറ്റ് നടന്നതെന്നുള്ള ആദ്യം മനസ്സിലാക്കണം മഞ്ജുഷേ. താങ്കളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഈ മീഡിയ എന്നുള്ള നിലയിൽ ഇത് അസസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് അവിടെ നടന്നതെന്നുള്ള മനസ്സിലാക്കാനായിട്ട് ആരും തയ്യാറാവുന്നില്ല എന്ന ഖേദം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് അക്കാര്യം. ഇനി അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് കണ്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അടിമുടി. ഇപ്പൊ പിന്നെ ഈ തളിപ്പറമ്പിലെ പയ്യന്നൂരിലെ അമ്പലപ്പുഴയിലെയും കാര്യമൊക്കെ പറഞ്ഞല്ലോ ഷാബു പ്രസാദ്. ഒന്ന് ചോദിക്കട്ടെ, അല്ല എന്താണ് കണ്ടത്? CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്തായാലും ഒരു പ്രാഥമിക വിലയിരുത്തൽ ഉണ്ടാവുമല്ലോ, എന്തായിരുന്നു അത്? ഇല്ല, പ്രാഥമിക വിലയിരുത്തൽ ഉണ്ടായില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതുവരെ മനസ്സിലായില്ല എങ്ങനെ തോറ്റു എന്ന് ഇതുവരെ. അല്ല, ഇത്രയും പരിചയസമ്പന്നരായ നേതാക്കളല്ലേ, രാഷ്ട്രീയമെടുത്ത് അമ്മാനമാടുന്നവർ, അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പ്രാഥമികമായിട്ട് എങ്ങനെ തോറ്റു എന്നുള്ളത് അല്ലേ? ഇപ്പോഴും താടിക്ക് കയ്യും കൊടുത്തിരിക്കുകയാണ് എല്ലാവരും വട്ടം കൂടി. അല്ലത് എത്രമേൽ ഈ പിന്നെ താങ്കളുടെ ആ പരിഹാസത്തിന്റെ തീവ്രത അളക്കാൻ മെഷീൻ ഉണ്ടായിരുന്ന ഇപ്പോൾ അളക്കാമായിരുന്നു. അതില്ലാത്തതുകൊണ്ട് അത് അളക്കേണ്ട കാര്യമില്ല. എന്നാലും കേൾക്കുന്നവർക്ക് മനസ്സിലാവും താങ്കൾ ഉദ്ദേശിക്കുന്ന പരിഹാസത്തിന്റെ ടോൺ എന്താണെന്നുള്ളത്. ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് പിന്നെ അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒരു ബോഡി തന്നെയാണ് CPM-ന്റെ ഘടനയിൽ. ആ ഘടനയിൽ അവർ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞല്ലോ. അവരിന്ന് ചെയ്തത് ഏതൊക്കെ തരത്തിലാണ്, അതായത് സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റികൾ, പിന്നെ ഏരിയ കമ്മിറ്റികൾ, ലോക്കൽ കമ്മിറ്റികൾ, ബ്രാഞ്ച് കമ്മിറ്റികൾ, ഇത്രയും കമ്മിറ്റികൾ സംഘടനാപരമായി എങ്ങനെയാണ് റീവാമ്പ് ചെയ്യേണ്ടത്, അത് എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്, ചർച്ചകൾ എങ്ങനെയൊക്കെയാണ് നടക്കേണ്ടത്, ഏതൊക്കെ ഘടകങ്ങളിൽ ആരൊക്കെയാണ് പങ്കെടുക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് അവിടെ ചർച്ച ചെയ്തത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത്ര മണ്ഡലങ്ങളിൽ മത്സരിച്ചു, ഇത്ര മണ്ഡലങ്ങളിൽ തോറ്റു, ഇത്ര ബൂത്തുകൾ ഉണ്ടായിരുന്നു, ആ ഇന്ന ബൂത്തുകളിലെ പ്രശ്നങ്ങൾ, മറ്റേ ബൂത്തിലെ പ്രശ്നങ്ങൾ, അതല്ലെന്ന് ഇന്നത്തെ ചർച്ച. അവിടേക്ക് വന്നില്ല മഞ്ജുഷേ. അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടത് ഇനിയാണ്. അത് പറഞ്ഞല്ലോ, ഗോവിന്ദമാഷ് പറഞ്ഞല്ലോ, അടുത്ത മാസം മെയ് ജൂണിൽ നടക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം വിവരിച്ചല്ലോ. പിന്നെ ഞാൻ പറഞ്ഞതല്ല, പിന്നെ ഷാബു പ്രസാദ് പറഞ്ഞ കാര്യത്തിനെ കുറിച്ചാണ്. കമ്മ്യൂണിസം തകർന്നടിയണം, ഇത് അവസാനത്തെയാണ് എന്നൊക്കെ മോഹിക്കാൻ അവകാശമുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഭരണം അല്ലല്ലോ കേരളത്തിൽ നടന്നത്. സാമാന്യ ബുദ്ധിയുള്ളവർക്ക്, അതായത് ഈ സാമാന്യ ബുദ്ധി ആയിരുന്നല്ലോ. കഴിഞ്ഞ 10 വർഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണമല്ലായിരുന്നു? ഏതാ? കഴിഞ്ഞ 10 വർഷവും കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നുവല്ലോ. ഇന്ത്യയിൽ എവിടെയും കമ്മ്യൂണിസ്റ്റ് ഭരണം നടന്നിട്ടില്ല. അത് EMS തുടക്കത്തിലെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇനി അതിന്റെ പ്രത്യയശാസ്ത്രപരമായ അർത്ഥതലങ്ങളിലേക്കൊന്നും പോകാതെ തന്നെ സാമാന്യ ബുദ്ധിയിൽ മനസ്സിലാവാം ഇന്ത്യൻ ഭരണഘടന താത്വികമായ കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുകയാണ് കുറച്ചുകൂടി നല്ലത്. കാരണം അത് നമുക്കിപ്പോൾ ഗോവിന്ദമാഷ് പോലും ഇന്ന് അതിന് തയ്യാറായില്ല. അറിയാം, പരിഹാസമായി പോകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് ഗോവിന്ദമാഷ് 9 മിനിറ്റിൽ വാർത്താ സമ്മേളനം നിർത്തിയത്. കാരണം അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങളും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും ഈ തിരിച്ചടിക്ക് വലിയൊരു കാരണമായിട്ടുണ്ട്. ആ തിരിച്ചടി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങളും പ്രസംഗങ്ങളും കേട്ട എതിരാളികളല്ല കേട്ടോ, അണികൾ തന്നെയാണ് ആ തിരിച്ചടി നൽകിയത്. എതിരാളികൾ എന്തെങ്കിലും തിരിച്ചടി നൽകും, പക്ഷേ അണികൾ തന്നെയാണ് ആ തിരിച്ചടി നൽകിയത്. അതുകൊണ്ട് അദ്ദേഹം മിതത്വം പാലിച്ചു എന്ന് ഒരു താത്വികമായ കാര്യങ്ങളിലേക്കും പോയില്ല. അതല്ല ഞാനെന്നാ താങ്കൾ ചോദിച്ചത് മഞ്ജുഷ എന്നോടല്ലേ? ദയവായി എനിക്ക് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവെങ്കിലും പറയാനുള്ള അവസരം കിട്ടണം എന്നുള്ളത് എന്റെ പ്രഖ്യാപിതമായ അവകാശമാണ്. അത് ആ അവകാശം ഞാൻ ചോദിച്ചു തന്നെ വാങ്ങിക്കുകയാണ്. എന്നിട്ട് പറയുക, ഞാൻ ഈ താത്വികന്മാരുടെ പുറത്തുള്ള വലയുണ്ടല്ലോ അതിന്റെ പുറത്തു പോലും നിൽക്കുന്ന ഒരാളല്ല, ആ ഗണത്തിൽ പെടുന്ന ആളുമല്ല. മഞ്ജുഷൻ അത്ര കാലമായിട്ട് എന്നെ അറിയാം. അതുകൊണ്ട് അത് വിട്ടേക്കുക. ഞാൻ പറഞ്ഞ അതല്ല. അത്തരത്തിലുള്ള ഈ ഭരണഘടനയ്ക്ക് കീഴിൽ നിന്ന് പ്രവർത്തിക്കാനേ യൂണിയൻ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും അവകാശമുള്ളൂ. പിന്നെ ഈ പൊളിറ്റിക്കൽ ഹിന്ദുത്വ പറഞ്ഞ അവിടെ നടക്കാൻ രാജ്യം മുഴുവൻ എന്നുള്ളതേ ഉള്ളൂ. കമ്മ്യൂണിസം പോലെ നടക്കാൻ രാജ്യം മുഴുവൻ എന്നുള്ളതേ ഉള്ളൂ. പൊളിറ്റിക്കൽ ഹിന്ദുത്വം നടപ്പാക്കാൻ പറ്റില്ല, കമ്മ്യൂണിസവും നടപ്പാക്കാൻ പറ്റില്ല. ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന ഫെഡറൽ തത്വങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണമാണ്, നമുക്ക് അങ്ങനെ തന്നെ പറയാം. അതിന് ആളുകളെ കൺഫ്യൂഷൻ ആക്കണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം തന്നെയാണ്, അതൊരു തർക്ക വിഷയമല്ല. അത് അല്ല, തർക്ക വിഷയമാണെന്നേ ഞാൻ പറയുന്നത്. ഈ തർക്കിച്ചാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കിയത്. ഈ തർക്കിച്ചാണ് ഈ വൻ തോൽവിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചത്. എല്ലാ കാര്യത്തിലും കയറി തർക്കിക്കുക. തോറ്റവർക്ക് ന്യായം പറയാനുള്ള അവകാശമെങ്കിലും ഉണ്ടെന്നേ നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോ. തോറ്റവരോട് നിങ്ങൾ ന്യായം ചോദിക്കുമ്പോൾ ന്യായം കേൾക്കാനുള്ള ന്യായം പറയുന്നില്ലെന്നേ. ആ ന്യായം 3 ദിവസമായിട്ടും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ കാവൽ മുഖ്യമന്ത്രിയാണ്, ഒരക്ഷരം മിണ്ടുന്നില്ല. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ അദ്ദേഹം മുമ്പ്. അദ്ദേഹത്തിന് വലിയ ഉത്സാഹമായിരുന്നല്ലോ എതിരാളികളുടെ മേൽ കുതിര കയറാൻ. ഇപ്പോൾ എതിരാളികൾ ഇത്രയും വലിയ വിജയം നേടിയപ്പോൾ അവരെ ഒന്ന് അഭിനന്ദിക്കാൻ പോലും പറ്റാത്ത ആളായി പിണറായി വിജയൻ
മാറിയിരിക്കുകയാണ്. അത് രാഷ്ട്രീയ അല്പത്വമാണത്, അല്പത്വമാണ്. മഞ്ജുഷോട് പറയാനുള്ള ഇതാണ്, ആ, മഞ്ജുഷോട് പറയാനുള്ള തോറ്റവന്റെ ന്യായമെങ്കിലും കേൾക്കാനുള്ള മനസ്സ് വേണം. തോറ്റവൻ ജയിച്ചവനെ അല്ലാതെ അഭിനന്ദിക്കുക അതുകൊണ്ടാണ് എന്നുള്ളത് തോറ്റവൻ ഏത് കളിയിലുമുള്ള കാര്യമാണ്. തോറ്റവൻ ജയിച്ചവനെ അഭിനന്ദിക്കുക എന്നുള്ളത് ഏത് കളിയിലുമുള്ള കാര്യമാണ്. നിങ്ങൾ തോറ്റവന്റെ പക്ഷത്ത് നിൽക്കുന്ന എനിക്ക് ന്യായം പറയാനുള്ള അവസരം തരാത്ത എന്താ ശരി. അങ്ങനാണെങ്കിൽ? ഉം. അത് വേണ്ടേ? തോറ്റവന്റെ പക്ഷത്ത് നിൽക്കുന്ന എനിക്ക് എന്റെ ന്യായം പറയാനുള്ള അവസരം തരാതെ മഞ്ജുഷ് ഗോപാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്ത് പ്രയോജനമാണുള്ളത്? പ്രേക്ഷകർക്ക് വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. എനിക്ക് നിങ്ങൾ സമയം തരണമെന്ന് ആവശ്യമില്ല. ചോദ്യം എന്നോട് ചോദിക്കാതിരുന്നാൽ മതി. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയാനുള്ള അവസരം എനിക്ക് കിട്ടണം. അതെനിക്കുള്ള അവകാശമാണ്. ആ അവകാശം താങ്കൾ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെന്തിരിക്കും? അതുകൊണ്ട് താങ്കളുടെ അവസരം തരുന്നത് വരെ എനിക്കിങ്ങനെ ഇരിക്കുകയേ മാർഗമുള്ളൂ. ഞാനൊന്ന് ഷാബുലേക്ക് പോയിട്ട് വരാം. ഷാബുന് അല്പസമയം കഴിഞ്ഞ് പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ശ്രീ ഷാബു പ്രസാദ്, ഈ രീതിയിലുള്ള ന്യായവാദങ്ങൾ ഉണ്ട്. ശ്രീ എം ജയചന്ദ്രൻ പറഞ്ഞ കാര്യം ഇന്ന് സെക്രട്ടേറിയറ്റിൽ നടന്ന കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പോകുവാൻ സംഘടനാ സംവിധാനം അങ്ങനെയല്ല CPM-ന്റെ. അത് താഴെ തട്ടുവരെ പരിശോധിച്ചേ അഭിപ്രായം പറയാൻ കഴിയുകയുള്ളൂ. അവരുടെ നിസ്സഹായാവസ്ഥയാണ് മഞ്ജുഷേത്. അവരുടെ ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഇവർ ജയിച്ചിരുന്നുവെങ്കിൽ ഈ താഴെ തട്ടുവരെയുള്ള എങ്ങനെ ഞങ്ങൾ ജയിച്ചു എന്ന് താഴെ തട്ടുവരെയുള്ള വിശകലനങ്ങളും താത്വിക അവലോകനങ്ങളും കഴിഞ്ഞിട്ടായിരിക്കും അഭിപ്രായം പറയുക. ഇപ്പൊ ഇവര് പത്രസമ്മേളനം വിളിച്ച് പോലെ കുത്തി ചാടിയനെ ആകാശം മുട്ടൻ ഞങ്ങൾ ജയിച്ചു അങ്ങനെയാന്നും പറഞ്ഞിട്ട് ഇല്ലേ? അപ്പൊ ഇത് വെറും ഈ സമയം ഇങ്ങനെ കൊണ്ട് നീട്ടി കൊണ്ടുപോയി പതുക്കെ ആൾക്കാർ ഇതൊന്ന് മറക്കുക. അപ്പോഴേക്ക് എന്തെങ്കിലും ഒരു കാരണം ഇവർക്കെതിരെ പുതിയ സർക്കാരിനെതിരെ കോൺഗ്രസിനെതിരെ കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് അങ്ങ് പിടിച്ചു കയറിപ്പോ. അതുവരെയുള്ള സമയം നീട്ടിക്കൊണ്ട് പോലും മാത്രമാണ്. പിന്നെ മഞ്ജുഷ ചോദിച്ച വേറൊരു കാര്യമുണ്ട്, ഇവിടെ അജയചന്ദ്ര സാറിനോട് ചോദിച്ചത്, ഒരു രാഷ്ട്രീയ മര്യാദയില്ലേ ജയിച്ചവരെ അഭിനന്ദിക്കുക എന്നുള്ളത്? ഇങ്ങനെയുള്ള മര്യാദകൾ എന്തെങ്കിലും പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ മഞ്ജുഷേ? ഏതെങ്കിലും കാലത്ത്? ഇനിയിപ്പം ഇതുവരെ ഇല്ലാതിരുന്ന മര്യാദ ഈ 80-ാം വയസ്സിൽ ഇനിയും പിണറായി വിജയൻ പഠിക്കണമെന്നൊക്കെ നമ്മൾ വെറുതെ ശാഠ്യം പിടിക്കരുത്. നമ്മൾ വല്ലാതെ നിരാശരാകേണ്ടി. പിണറായി വിജയൻ ഒരിക്കലും അങ്ങനെയുള്ള മര്യാദകൾ കാണിച്ചിട്ടില്ല. അദ്ദേഹത്തിന് അതുകൊണ്ട് അറിയുകയുമില്ല, അതിൽ അദ്ദേഹത്തിനോട്ട് വിശ്വാസവുമില്ല. അത് നമ്മളങ്ങ് ആക്സെപ്റ്റ് ചെയ്യുക. ഇപ്പം ഒരു കാര്യമുണ്ട്, ഇപ്പൊ പിണറായി വിജയന്റെ ഒരു ലെജിസ്ലേറ്റീവ് ലൈഫ് നോക്കൂ. 96-ന് ശേഷം അദ്ദേഹം പിന്നെ അസംബ്ലിയിലേക്ക് എത്തുന്നത് 2016-ൽ മുഖ്യമന്ത്രിയായിട്ടാണ്. 96 വരെ അദ്ദേഹം CPM-ന്റെ ഒരു ജൂനിയർ മെമ്പർ മാത്രമായിരുന്നു. ജൂനിയർ മെമ്പർ കാര്യം പറഞ്ഞ വലിയ മഹാരഥന്മാരെ പാർട്ടിക്ക് അതിങ്ങനെ തകർത്ത് വാണുകൊണ്ടിരുന്ന സമയമാണത്. VS-ഉം കെ നായനാരും ശിവദാസ മേനോനും അങ്ങനെയുള്ള വലിയ ആൾക്കാർ. അല്ല, അത് CPM-ന്റെ അങ്ങനെയാണല്ലോ. കുറച്ചു കാലം സംഘടനാ പ്രവർത്തനങ്ങളിലായിരിക്കും, പിന്നെ കുറച്ചു കാലം പാർലമെന്ററി ജനാധിപത്യത്തിലായിരിക്കും. അത് CPM അങ്ങനെയാണല്ലോ. എല്ലാ കാലത്തും എല്ലാവരെയും പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് വിടാറില്ല. അപ്പോൾ സംഘടന ചലിപ്പിക്കാൻ ആൾ വേണമല്ലോ. അതായിരുന്നു പിണറായി വിജയന്റെ കാര്യത്തിൽ സംഭവിച്ചത്. അതിൽ അദ്ദേഹത്തെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. 2016-ൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടാണ് നിയമസഭയിലേക്ക് വരുന്നത്. ഏകഛത്രാധിപതിയായിട്ടാണ് വരുന്നത്, സർവാധിപതിയായിട്ടാണ് വരുന്നത്. ഈ കഴിഞ്ഞ 10 വർഷം അദ്ദേഹം അവിടെ ഈ കേരളത്തിന്റെ സർവാധിപതിയായിട്ട് വാഴുകയായിരുന്നു. അതിൽ നിന്നൊരൊറ്റ വീഴ്ചയാണിത്. ആ വീഴ്ചയിൽ നിന്ന് കരകയറുക എന്ന് പറയുന്നത് ഇനിയിപ്പോ ഈ പ്രായത്തില് അദ്ദേഹം അവശനാണ്, വൃദ്ധനാണ്, രോഗിയാണ്. അതിനിടയിൽ ഈ ഒരു ഭീകരമായ ഒരു തോൽവി, ഇനി ഇതിൽ നിന്ന് കരകയറുക എന്ന് പറയുന്നത് മാനസികമായും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നമ്മളതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. കാര്യം ഇത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ അവസാന നാളുകളിലൂടെയാണ് ഇനിയും വരും ദിനങ്ങൾ കടന്നു പോകാൻ പോകുന്നത്. നമ്മൾ കാര്യം അതിന്റെ ലക്ഷണമാണ് ഈ കാണിക്കുന്നത്. ഇത് മുഴുവനും ഞാൻ പറഞ്ഞില്ല, ഇതിനു മുമ്പും CPM ഇവിടെ തോറ്റിട്ടുണ്ട്. ആ തോറ്റപ്പോഴും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 2001-ൽ CPM ഇടതുപക്ഷം വലിയ തോൽവിയാണ് ഉണ്ടായിരുന്നത്. വലിയ തോൽവി, ഇതേപോലുള്ള തോൽവിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയാണ്. അതുപോലെ പാർട്ടി നേതാക്കന്മാരും പാർട്ടി സെക്രട്ടറിയും എല്ലാവരും എത്ര ധൈര്യമായിട്ടായിരുന്നു മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചത്, അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയത്. അവരെങ്ങനെയാണ് ജയിച്ചത്? അതിന് BJP-യുമായിട്ടുള്ള അവരുടെ സ്ഥിര നമ്പർ ഉണ്ടല്ലോ, BJP-ആയിട്ടുള്ള ഇടപാട്, അങ്ങനെ ഇവിടെ ഭീകരമായ വർഗീയ ധ്രുവീകരണം, ഇങ്ങനെയൊക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് പാർട്ടിയെ പ്രതിരോധിക്കാൻ CPM തോൽക്കുമ്പോഴെല്ലാം മുന്നിലുണ്ടായിരുന്നു ഈ പാർട്ടിയും പാർട്ടി നേതാക്കന്മാരും എല്ലാം. ആ നിമിഷം മുതൽ, ആ ദിവസം മുതൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ കാണുന്നില്ലാരും. അതിന്റെ കാരണം ഇതാണ്,
അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ജനാധികാരികൾ ഈ 10 വർഷത്തെ ആ അധികാരം ഉണ്ടല്ലോ, ആ അധികാരം അവരെ അത്രമാത്രം പൊല്യൂട്ടഡ് ആക്കി കളഞ്ഞു. ആ പാർട്ടിയെ അത്രമാത്രം തകർത്തു കഴിഞ്ഞു. രാസേമൻ 2021 അവർ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു തകർച്ചയിലേക്ക് പാർട്ടി പോവില്ലായിരുന്നു. ഇപ്പൊ ഞാനൊക്കെ ഈ ഇലക്ഷന് മുമ്പുള്ള ആ ചർച്ചകളില് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ഇവിടെ ഇടതുപക്ഷം വരുന്നതാണ് നല്ലത്. കാര്യം എന്താണെന്ന് കഴിഞ്ഞാൽ അവർ എത്രയും പെട്ടെന്ന് തകർന്നു പോകാൻ അവർക്ക് അധികാര തുടർച്ച കിട്ടുന്നതാണ് നല്ലത് എന്ന ഒരു കാഴ്ചപ്പാട് എനിക്ക് അന്നുമുണ്ട് ഇന്നുമുണ്ട് എപ്പോഴും. അക്കാര്യം പാർട്ടി അണികൾക്ക് അറിയാമായിരുന്നു. ഇനി ഒരു അധികാര തുടർച്ച കൊടുത്താൽ പാർട്ടി ഇല്ലാതാകുമെന്ന്. അതുകൊണ്ട് തന്നെ പാർട്ടി അണികളാണ്. അല്ല, ഞാൻ എന്താണോ എന്നെ പോലുള്ളവർ എന്താണോ ആഗ്രഹിച്ചത് അത് ഈ ഒറ്റ അധികാര തുടർച്ച കൊണ്ട് സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പം ത്രിപുരയിൽ 25 വർഷം കൊണ്ട് സംഭവിച്ചത്, ബംഗാളിൽ 34 വർഷം കൊണ്ട് സംഭവിച്ചത് 10 വർഷം കൊണ്ട് കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോഴുള്ള ഈ അവസ്ഥകൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാകേണ്ടത്. ഈ പാർട്ടി തീർന്നു മഞ്ജുഷേ, ഇവർക്കിനി ഒരു മടങ്ങി വരവില്ല. അതാണ് അതിന്റെ ഇവരുടെ ബോഡിയിലെ ഇവരുടെ ആ ഭയം ഇത് കാണിക്കുന്നതാണ്. ഒരു കാര്യം കൂടെ ഉണ്ട്, ഇപ്പൊ ഈ പിണറായി വിജയനോ എം.വി. ഗോവിന്ദനോ ഇവരിങ്ങനെയുള്ള സീനിയർ നേതാക്കന്മാർക്ക് ഇനി ഈ പാർട്ടി കടലിൽ അങ്ങനെ തന്നെ മുങ്ങിപ്പോയതിന് ഒരു ചുക്കുമില്ല. അവരുടെ 100 തലമുറയ്ക്കുള്ളത് അവരുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഈ പാർട്ടിയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന കുറെ അടിമക്കണ്ണുകളായ കുറെ പാവങ്ങളുണ്ട്, ഒരു 35-40 വയസ്സുള്ളവര്. ഇവരുടെ അവസ്ഥയാണ് ഭീകരം. ഇവര് പിണറായി വിജയൻ എന്ത് നഷ്ടപ്പെടാനാണ്? എം.വി. ഗോവിന്ദൻ എന്ത് നഷ്ടപ്പെടാനാണ്? ഇ.പി. ജയരാജൻ എന്ത് നഷ്ടപ്പെടാനാണ്? ഒന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ നഷ്ടപ്പെടാൻ ഏറെയുള്ളവരിവിടെ ഉണ്ട്. അവരുടെ കാര്യമാണ് പ്രശ്നം. അതുകൊണ്ട് ഇവരിങ്ങനെ മൗനത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ച് തുള്ളിക്കളിച്ച് ഇങ്ങനെ കുറെ സമയം ഇങ്ങോട്ടും മുമ്പോട്ട് പോകും. അപ്പോഴേക്ക് ഈ കെ.സി. വേണുഗോപാലും ഇവരെല്ലാവരും കൂടെ തമ്മിൽ കളിച്ച് അടുത്ത ചർച്ചയ്ക്കുള്ള വക ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ആൾക്കാർ നിന്ന് മറക്കും മാധ്യമങ്ങൾ. ശരി ശ്രീ പ്രസാദ്. ശ്രീ സിബി സത്യൻ, ഇവിടെ ഇന്ന് എം.വി. ഗോവിന്ദൻ പറഞ്ഞപ്പോൾ അതിൽ ശ്രദ്ധിച്ച 2-3 കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം എന്ന് പറയുന്നത് പാർട്ടിക്ക് ഇത്രയും പെർസെന്റേജ് കുറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടില്ല. പക്ഷേ 2019-ലെയും 2024-ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ എടുത്തു വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനേക്കാൾ കുറഞ്ഞ രീതിയിൽ വോട്ട് വിഹിതം പോയിട്ടുണ്ട് എന്ന്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും വെവ്വേറെ കാണണമെന്ന് പറയുന്നവർ തന്നെയാണ് ഇങ്ങനെയുള്ള ന്യായവാദങ്ങളുമായി വരുന്നത് എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണത്തിൽ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് കൂടുതൽ വഷളാകാൻ ഗോവിന്ദ മാഷ് നിന്നിട്ടില്ല. അത് കാണാമല്ലോ. അദ്ദേഹം കൂടുതൽ പറഞ്ഞിരുന്നുവെങ്കിൽ കൂടുതൽ പരിഹാസ്യനായനെ. അത് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. ഒരു നിർബന്ധിച്ച് പറഞ്ഞയച്ച രീതിയിലുള്ള ഒരു പ്രതീതിയായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം ഇന്ന് കണ്ടപ്പോൾ തോന്നിയത്. മഞ്ജുഷെ, ആദ്യമായിട്ട് ഗോവിന്ദൻ മാഷ് പരാജയപ്പെട്ടു എന്ന് അംഗീകരിച്ചത് തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം സാധാരണഗതിയിൽ അത് അംഗീകരിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടത് മനസ്സിലാക്കിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ അവസാനം കൺഫ്യൂഷനിലായി പോകും. അവസാനം ഇത്രയും കൂടുതൽ സീറ്റ് കിട്ടിയത് LDF-നാണോ UDF-നാണോ എന്ന് തുടങ്ങിയ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോകത്തക്ക രീതിയിലാണ് അദ്ദേഹം സാധാരണഗതിയിൽ സംസാരിക്കുക. എന്തായാലും ഇത്തവണ പരാജയപ്പെട്ടു. അതിനെ പറയാറുണ്ട്, ആകെ കിട്ടിയ വോട്ടുകളുടെ എണ്ണം വെച്ച് അതിനെ, പക്ഷേ അത് സമർത്ഥിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. വോട്ടുകളുടെ എണ്ണം വെച്ച് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇത്തവണ. അതുകൊണ്ടാണ് അദ്ദേഹം പരാജയം സംഭവിച്ചത്. അതെ, ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വോട്ടിംഗ് ശതമാനം, അതായത് 1980-ന് ശേഷം CPM-ന് കിട്ടിയ ഏറ്റവും കുറഞ്ഞ വോട്ട് എന്ന് പറയുന്നത് 41.3%. ഇപ്പോഴത് 37.64 ആയി മാറിയിരിക്കുന്നു. 37.64, അതായത് ഏതാണ്ട് 4% അതിന്റെ ഹിസ്റ്റോറിക് ലോയിൽ നിന്ന് വീണ്ടും താഴെ പോയിരിക്കുന്നു. എന്ന് വെച്ചാൽ അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ട കോർ വോട്ടുകൾ, പാർട്ടിയുടെ കോർ വോട്ടുകൾ മാറിയിരിക്കുന്നു. ഇത് വളരെ അപകടകരമായ ഒരു സിഗ്നലാണ്. ഈ സിഗ്നലിനെ ഇവർ കാര്യമായി കണ്ട് ചികിത്സിച്ചില്ലെങ്കിൽ വളരെ അപകടകരമാണ്. അതായത് ഇപ്പം നേരത്തെ ആദ്യത്തെ ചർച്ചകൾ കേട്ടു, അതിനകത്ത് പിണറായി വിജയൻ എങ്ങനെ വീണ്ടും പ്രതിപക്ഷ നേതാവായി തിരിച്ചു വരണം എന്നൊക്കെയുള്ള ചർച്ചകൾ കേട്ടു. ഒരു കാര്യം നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, CPM ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം കേരള രാഷ്ട്രീയത്തിലെ ഗോർബച്ചേവോ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ ബുദ്ധദേവ് ഭട്ടാചാര്യയോ ആണ് പിണറായി വിജയൻ. അതിൽ നിന്ന് വിമോചനം ഉണ്ടാകണമെങ്കിൽ പിണറായി വിജയന്റെ അവസാനത്തെ നിഴലിനെയും CPM-ൽ നിന്ന് തുടച്ചു നീക്കി ഒരു പുതിയ റീവാമ്പ് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ഈ പുതിയ തലമുറ മാറ്റത്തിന്റെ സമയമായി. പിണറായി വിജയൻ ഇനി പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് കടിച്ചു തൂങ്ങാൻ നിൽക്കാതെ ബാലഗോപാലിനെ പോലെയുള്ള പുതിയ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പുതിയ തലമുറയ്ക്ക് അധികാരം കൈമാറി പിന്നണിയിലേക്ക് മാറണം.
ഗോവിന്ദൻ മാഷിനെ പോലെയുള്ള ആൾക്കാർ നേരത്തെ പറഞ്ഞ താഴെത്തട്ടിൽ നിന്ന് അഭിപ്രായമെടുത്ത് എന്താണ് പാർട്ടിക്ക് സംഭവിച്ചത്, എങ്ങനെ തിരുത്തണം എന്നുള്ളത് ഏറ്റവും താഴെത്തട്ടിലെ ഏറ്റവും സാധാരണക്കാരായ സഖാക്കളോട് ചോദിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് മുകളിൽ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്യണം. അതുപോലെ പിണറായിസത്തിന്റെ ജീർണത ബാധിച്ച ഒരു വലിയ പാർട്ടി സെറ്റപ്പ് ഉണ്ട്. ആ പാർട്ടി സെറ്റപ്പിനെ ഓരോന്നിനെയായിട്ട് ഒരുപാട് മരങ്ങൾ വളർന്നു വരുന്നുണ്ട്. അതിനെയൊക്കെ വെട്ടി നിരത്തി ഒരു പുതിയ സംഭവം കൊണ്ടുവരണം. ഈ ധാർഷ്ട്യത്തിന്റെ വാക്കുകൾ മാറ്റി വെക്കണം. ജനങ്ങളെ അംഗീകരിക്കാൻ പഠിക്കണം. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് തോന്നിയത് ഏറ്റവും മോശമായ ഇന്റലിജൻസ് വർക്ക് ചെയ്ത CPM സംബന്ധിച്ചിടത്തോളം CPM ഇന്റലിജൻസ് ഇത്രയും മോശമായ മറ്റൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അതായത് ചുറ്റുമുള്ള മുഴുവൻ പേരും ഇന്റലിജൻസ് സംവിധാനം അടക്കം, ചുറ്റുമുള്ള പാർട്ടി സംവിധാനം അടക്കം മുഴുവൻ ആൾക്കാരും ഈ തെരഞ്ഞെടുപ്പ് ഈസി ആയിട്ട് വിജയിക്കും എന്ന് പിണറായി വിജയനെ ധരിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം ആ ഒരു ഭ്രമാത്മക ലോകത്തായിരുന്നു എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. കാരണം ജോസ് കെ മാണി വിട്ടുപോകാൻ പോയപ്പോൾ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ച് ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കം കാണിച്ച് ഇപ്പുറത്ത് നിന്നാലാണ് വിജയം എന്ന് ബോധ്യപ്പെടുത്തിയാണ് ഇപ്പുറത്ത് നിന്നത്. ഓക്കെ, റോഷി അഗസ്റ്റിൻ ഉയർത്തിയ പിളർപ്പിന്റെ ഭീഷണി ഒരു സൈഡിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മളാണ് ജയിക്കുക എന്ന് കൃത്യമായിട്ട് ജോസ് കെ മാണിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അവര് അപ്പുറത്ത് നിർത്തിയത്. അതായത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളവും ഗോവിന്ദൻ മാഷിനെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ ഈ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ പിണറായിസത്തിന്റെ ആ ഒരു ഭീതിത വലയത്തിൽ നിന്ന് മോചിതരാകാത്ത എല്ലാ ഉന്നത നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഭ്രമാത്മക ലോകത്തായിരുന്നു. അവർ വളരെ കൃത്യമായിട്ട് വിശ്വസിച്ചു മൂന്നാം വട്ടം അധികാരം വരുമെന്ന്. അവരതേ സാധനം താഴേക്ക് കൊടുക്കുകയും ഈ പറഞ്ഞ പോലെ മണ്ണുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, അടിസ്ഥാന തലത്തിൽ യാതൊരു പ്രവൃത്തി പരിചയമില്ലാത്ത സൈബർ സഖാക്കൾ ആ പല്ലവി ഏറ്റുപാടുകയും ചെയ്തു. ഇതിനകത്ത് താഴെത്തട്ടിൽ നിന്ന് ഒരു അപകട സിഗ്നലും അവർ കണ്ടില്ല. നമ്മുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറഞ്ഞ തളിപ്പറമ്പും പയ്യന്നൂരിലും അടക്കം നടന്നത്. അല്ല, അതൊരു അപകട സിഗ്നൽ ആയിരുന്നല്ലോ. ആ അപകട സിഗ്നൽ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചു. അവിടെ ആരാണോ അബദ്ധം കാണിച്ചത് അവരെ സംരക്ഷിച്ചു. അതാണ് അമ്പലപ്പുഴയിൽ കണ്ടതും തളിപ്പറമ്പിൽ കണ്ടതും പയ്യന്നൂരിൽ കണ്ടതും. ഒരിക്കലും അത് തിരിച്ചറിയാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസനീയമാണോ? തിരിച്ചറിഞ്ഞിട്ടും അത് തിരിച്ചറിയാത്ത പോലെ ഭാവിച്ചു എന്നല്ലേ? അല്ലെങ്കിൽ പാർട്ടി അണികൾ എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചു പോയി? അല്ല, അവരൊരു ഭ്രമലോകത്താണ് ജീവിച്ചത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പറയുന്നതിനപ്പുറം ഒന്നും നടക്കില്ല, ഇതാണ് സംഭവം, നമുക്കെതിരെ ഉയരുന്ന എല്ലാ വാളുകളും വെട്ടിനിരത്തുക, നമുക്കെതിരെ ഉയരുന്ന എല്ലാ ശബ്ദങ്ങളും എന്നേക്കുമായി നിശബ്ദമാക്കുക, നമ്മൾ പറയുന്നത് മാത്രമേ ഇവിടെ നടക്കൂ എന്ന് പറയുന്ന അധികാര പ്രമത്തതയുടെ അങ്ങേ അറ്റത്ത് നിന്നിട്ടാണ് ഈ CPM നേതൃത്വം ഈ ഇലക്ഷനെ നേരിട്ടത്. ഇതിനകത്ത് സാധാരണക്കാരായ ആളുകൾ, എനിക്ക് പലപ്പോഴും പറയാം, അവർ പരസ്യമായിട്ട് പലയിടത്തും ഞാൻ ന്യായീകരിക്കുന്നുണ്ടെങ്കിലും അവരുടെ എല്ലാ ഉള്ളിൽ ഈ പാർട്ടി ഇനി അധികാരത്തിൽ വരാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ചിന്ത ഉണ്ടായിരുന്നു. അത് വളരെ അപകടകരമായ ചിന്തയാണ് ഒരു പാർട്ടിയെ ജയചന്ദ്രൻ. അതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത് PK ശ്യാമളയെ മത്സരിപ്പിക്കാൻ എടുത്ത തീരുമാനത്തിന്റെ ജാള്യത ഇന്ന് MV ഗോവിന്ദന്റെ മുഖത്തുണ്ടായിരുന്നു. സാധാരണ അദ്ദേഹം ഇങ്ങനെയല്ല മാധ്യമങ്ങളെ കാണാറുള്ളത്. ശ്രീ ജയചന്ദ്രൻ, എന്നോടാണോ ചോദ്യം? അതെ അതെ. അല്ല, PK ശ്യാമളയെ മത്സരിപ്പിച്ചതിന്റെ ജാള്യം MV ഗോവിന്ദന്റെ മുഖത്ത് കാണാനുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു അതിവായന എനിക്ക് മനസ്സിലായതേ ഇല്ല. അത് വളരെ വളരെ ലളിതമല്ലേ അത് വായിച്ചെടുക്കാൻ പറ്റുക എന്നുള്ളത്? താങ്കൾക്ക് മനസ്സിലായി കാണില്ല. ആ ജാള്യതയൊക്കെ അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രതിഫലിച്ചിരുന്നു. കാരണം സ്ഥിരം കാണുന്ന MV ഗോവിന്ദനെ അല്ല ഇന്ന് കണ്ടത്. അല്ല, ശ്യാമളെ നിശ്ചയിച്ച MV ഗോവിന്ദൻ അല്ലെന്നേ. അതുകൊണ്ടാണ് എനിക്ക് ആ മനസ്സിലാക്കാൻ പറ്റാത്തത്. അതൊരു കാര്യം. പക്ഷേ ഈ പറയുന്ന കാര്യത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ചില പൊരുത്തക്കേടുകളുണ്ട്. ഇപ്പൊ ഷാബു പ്രസാദ് പറഞ്ഞിട്ട് പോയല്ലോ, കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തിൽ തീർന്നു. അപ്പോൾ ഷാബു പ്രസാദും കൂട്ടരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തിൽ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഉണ്ടായിരുന്ന ഫെഡറൽ സംവിധാനത്തിൽ മത്സരിച്ച ആ പ്രത്യയശാസ്ത്രം പേറുന്ന പാർട്ടികളുടെ ഒരു കൂട്ടായ്മയാണല്ലോ LDF, CPM, CPI ഒക്കെ ഉള്ളത്. അതായിരുന്നു. അത് മറ്റൊരു ചർച്ചാ വിഷയമാണ്. അതിലേക്ക് ഞാൻ ഇപ്പൊ പോകേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അത് വിടുന്നു. പിന്നെ പിണറായി വിജയൻ എന്ന മനുഷ്യനെ നിങ്ങളടക്കം ഈ ചർച്ചയിലടക്കം വിലയിരുത്തുന്ന വലിയ പിന്നെ ഈ എന്താ പറയുന്നത് തെറ്റുകളുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ആ ഒരു പദമേ പ്രയോഗിക്കാൻ കഴിയൂ. അങ്ങേര് പിണറായി വിജയൻ ഞാൻ മനസ്സിലാക്കിയിടത്തോളം പിന്നെ സമ്പൂർണമായ ഒരു പാർട്ടി മനുഷ്യനാണ്. പാർട്ടിക്ക് കീഴ്പ്പെട്ട് മാത്രം, മറ്റാർക്കും കീഴ്പ്പെടാതെ CPIM എന്ന സ്വന്തം പാർട്ടിക്ക് മാത്രം കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്റെ പല അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഈ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ ഉടനീളം ഞാൻ അദ്ദേഹത്തിനെ ഫോളോ ചെയ്തിട്ടുണ്ട് പല ഘട്ടങ്ങളിലായി. അപ്പോൾ പാർട്ടി എന്താണെന്ന് നിശ്ചയിക്കും. ഇപ്പം താങ്കൾ ആദ്യമായി തുടക്കം മുതലേ പറഞ്ഞല്ലോ,
ഒന്നും പറഞ്ഞില്ല. പിണറായി ഒന്നും പറഞ്ഞില്ല 3 ദിവസമായിട്ട്. അദ്ദേഹം പറയണമെങ്കിൽ പാർട്ടി നിശ്ചയിക്കണം, പിന്നെ സഖാവ് പറയണം, ഇക്കാര്യം വിശദീകരിക്കേണ്ടതാണ്. മറിച്ചല്ലേ ശ്രീ എം ജയചന്ദ്രൻ, ആർക്കും അറിയാവുന്ന കാര്യമാണ്, കേരളത്തിൽ ജീവിക്കുന്ന ആർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ അദ്ദേഹം നിശ്ചയിക്കുന്നു, പാർട്ടി പറയുന്നു എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. അല്ലാതെ പാർട്ടി പറഞ്ഞിട്ട് അദ്ദേഹം ഞാൻ മാധ്യമങ്ങളെ കാണണോ വേണ്ടയോ എന്ന് പാർട്ടിയോട് ചോദിച്ച് തീരുമാനിക്കുന്ന ആളൊന്നുമല്ല ശ്രീ പിണറായി വിജയൻ. ഇപ്പോഴല്ല, കഴിഞ്ഞ 15 വർഷമായിട്ട് അങ്ങനെയാണ്. 10 വർഷമല്ല, കഴിഞ്ഞ 15 വർഷമായിട്ട് അതാണ്. ഞാൻ തെളിവ് തരാം, നിങ്ങൾ അതോടെ കേൾക്കുന്നേ. ഞാൻ പറഞ്ഞില്ലേ, മഞ്ജുഷിന്റെ ഒരു പ്രശ്നം ഇതാണ്, എനിക്ക് മറുപടി പറയാനുള്ള മറുപടി പറഞ്ഞപ്പോൾ അതിൽ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. എന്റെ മാത്രമല്ല, അത് കേരള ജനതയ്ക്ക് അറിയാവുന്ന കാര്യമാണ്, പാർട്ടി അണികൾക്ക് അറിയാവുന്ന കാര്യമാണിത്. എങ്ങനെ നിങ്ങൾ പാർട്ടി പ്രവർത്തകനോ അണിയോ വല്ലോ ആണ് ഇതൊക്കെ അറിയാനായിട്ടൊന്നും അല്ലല്ലോ. ഇത് അസംഷൻ അല്ലേ, ഇത് വൈൽഡ് അസംഷൻ ആണ് ഇതൊക്കെ. അതല്ല, വസ്തുത അതല്ലെന്നേ. ഇപ്പം ഈ തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും കാര്യമൊക്കെ പറഞ്ഞു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ടി.കെ. ഗോവിന്ദനോ ഈ കുഞ്ഞുകൃഷ്ണനോ പിണറായി ഭരണത്തിനെതിരെ പിണറായി ഭരണം മോശമാണെന്നോ, പിണറായി വിജയൻ മോശമാണെന്നോ, പാർട്ടി നേതൃത്വം മോശമാണെന്നോ, സ്റ്റേറ്റ് നേതൃത്വം എവിടെയെങ്കിലും ഇന്നേ വരെ പറഞ്ഞോ? കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ പ്രശ്നം, സ്വന്തം ഏരിയ കമ്മിറ്റികളുടെ പ്രശ്നം, അതല്ലാതെ അവർ പിണറായി വിജയന്റെ ഭരണത്തെ, പിണറായി വിജയനെയോ CPM സംസ്ഥാന നേതൃത്വത്തെയോ അല്ലെങ്കിൽ CPM കേന്ദ്ര നേതൃത്വത്തെയോ എവിടെയെങ്കിലും വിമർശിച്ചായിട്ട് നിങ്ങൾക്ക് ഒരു ബൈറ്റ് കാണിക്കാം? അത് ശരിയാണ്. പക്ഷെ അവിടെ മറ്റൊരു കാര്യമുണ്ട്, ഇത് ചൂണ്ടിക്കാണിച്ചപ്പോൾ കേൾക്കേണ്ടവർ കേട്ടില്ല. ആ കേൾക്കാത്തവരിൽ പിണറായി വിജയനും ഉൾപ്പെട്ടിട്ടുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞു പാർട്ടിക്ക് വിധേയനായി നിൽക്കുന്നയാളാണ് പിണറായി വിജയൻ എന്ന്. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്ക് പാർട്ടിക്ക് മോശമായി ഭവിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടും ഈ മോശക്കേട് കാണിച്ച ആളുകളുണ്ടല്ലോ, അവരെ സംരക്ഷിക്കുകയാണ് ചെയ്തത് പിണറായി വിജയനും. അതുകൊണ്ടാണല്ലോ തളിപ്പറമ്പും പയ്യന്നൂരും അമ്പലപ്പുഴയും ഒക്കെ സംഭവിച്ചു കഴിഞ്ഞു. ചർച്ചയ്ക്ക് വരുമ്പോ എനിക്ക് എന്റേതായ പെർസെപ്ഷൻസ് ഉണ്ടല്ലോ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കാണല്ലോ ഞാൻ മറുപടി പറയേണ്ടത്. അപ്പൊ അതിന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ അതാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് തെളിവുണ്ടോ? ഈ ടി.കെ. ഇവരെല്ലാം പറഞ്ഞത് തെളിവ് തന്നെയാണ്. ഇവരെല്ലാം പറഞ്ഞതും ജനങ്ങൾ നൽകിയ വിധിയും അതിനുള്ള തെളിവാണ്. അല്ല, ജി സുധാകരൻ ആലപ്പുഴയിലെ പാർട്ടിയാണ് പ്രശ്നം, കുഞ്ഞികൃഷ്ണനും ടി.കെ. ഗോവിന്ദനും പാർട്ടിയാണ് പ്രശ്നം. അപ്പോൾ ഇതിനൊക്കെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ ആരാണ് എന്നുള്ളത് പ്രശ്നമല്ലേ? അല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ മെയ് 4-ാം തീയതി റിസൾട്ട് വന്ന ഉച്ച മുതൽ ഈ നിമിഷം വരെ ഒരു 8-10 ചാനലിലെങ്കിലും ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുള്ളൂ, പ്രധാനമായി ഫോക്കസ് ചെയ്തിട്ടുള്ള ഒറ്റ പ്രശ്നമാണ് മഞ്ജുഷ. അതുകൂടെ പറഞ്ഞ ഒരു 1.5 മിനിറ്റ് നിർത്താം ഞാൻ എന്റെ ഈ ഭാഗം. അതായത് ഈ പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ റിവ്യൂ നടത്തി സ്റ്റേറ്റ് കമ്മിറ്റി. ആ റിവ്യൂവിൽ പറയുന്നത് ഭരണപരവും രാഷ്ട്രീയ സംഘടനാപരവുമായ തിരുത്തൽ പാർട്ടി വരുത്തണം, പാർട്ടിയും ഗവൺമെന്റും ഇതാണ് ആവശ്യപ്പെട്ടത്. അപ്പൊ ഗവൺമെന്റ് ഭരണപരമായ തിരുത്തൽ ആരാണല്ലോ വരുത്തേണ്ടത്? പിണറായി വിജയൻ അത്യാവശ്യം വേണ്ട തിരുത്തലുകളൊക്കെ ക്ഷേമ നടപടികളിൽ കുറച്ച് തിരുത്തലുകൾ വരുത്തി, മറ്റു ചില കാര്യങ്ങൾ വേറെ ചില തിരുത്തലുകൾ വരുത്തി. അങ്ങനെയുള്ള ചില തിരുത്തലുകൾ ഉണ്ടായി. ഗവൺമെന്റ് ഭാഗത്തുനിന്ന് മന്ത്രിമാർ അതിനോട് പൂർണ്ണമായി സഹകരിച്ചു. ആ തരത്തിലുള്ള നടപടികൾ ഉണ്ടായി. പക്ഷേ പിന്നെ രാഷ്ട്രീയവും സംഘടനാപരവുമായ തിരുത്തൽ എന്ന് പറഞ്ഞത് ജില്ലാ കമ്മിറ്റികൾ മുതൽ താഴേക്ക് ബ്രാഞ്ച് കമ്മിറ്റികൾ വരെയാണ് വരേണ്ടത്. അന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുണ്ടായ ഇതൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ പത്മവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അടക്കം ഉള്ള പ്രശ്നങ്ങൾ തിരുത്തപ്പെടേണ്ടതായിരുന്നു. പക്ഷെ തിരുത്താൻ തയ്യാറായില്ല. അതിന് തൊട്ട് പിന്നാലെയാണ് സുധാകരൻ പറയുന്ന ജി സുധാകരൻ പറയുന്ന പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്ന ഇഷ്യൂ വരുന്നത്. അതിന് തൊട്ട് പിന്നാലെ കുഞ്ഞികൃഷ്ണൻ പറയുന്ന നെപ്പോട്ടിസത്തിന്റെ പ്രശ്നം വരുന്നു. ഇതൊക്കെ സംഘടനാപരമായും രാഷ്ട്രീയമായും കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊന്നും അഡ്രസ് ചെയ്യപ്പെടാതെ പോലും പോയി എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ സംഘടനാ ശരീരത്തിൽ ബാധിച്ചിട്ടുള്ള ദുർമേധസ്സുകൾ, മറ്റ് പ്രശ്നങ്ങൾ അത് അഡ്രസ് ചെയ്യണമെന്ന് സ്റ്റേറ്റ് കമ്മിറ്റി റിവ്യൂവിൽ ആവശ്യപ്പെട്ടത് ഒന്നും നടന്നില്ല. അതിപ്പോ ആരുടെ തെറ്റാണ്? എന്നിട്ട് പിണറായി വിജയനെ വിശുദ്ധനാക്കണത് എന്തിനാണ് താങ്കൾ? എന്നിട്ട് പിണറായി വിജയൻ ഒരു തെറ്റും ചെയ്തില്ല എന്ന് പറയുന്നത് എന്താണ്? അല്ല, ഞാനത് പറയാം, ഞാൻ അതുകൊണ്ടല്ലേ ബാക്കിയോടെ പറഞ്ഞ് പൂർത്തിയാക്കണമെന്നേ. ഇത് എം വി ഗോവിന്ദന്റെ മാത്രം പ്രശ്നമൊന്നുമല്ല, ഇത് കളക്റ്റീവ് ലീഡർഷിപ്പാണ്. അപ്പൊ പിണറായി വിജയൻ അടങ്ങുന്ന നേതൃനിരക്ക് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. പിണറായി വിജയൻ മാത്രമല്ല ഉത്തരവാദിത്വം, എം വി ഗോവിന്ദന് മാത്രമല്ല ഉത്തരവാദിത്വം. ആ കളക്റ്റീവ് ലീഡർഷിപ്പിന് ആ ഉത്തരവാദിത്വമുണ്ട്.
അത് എത്രത്തോളം നിർവഹിച്ചു എന്നുള്ളത് ഇനി വിശദമായി പരിശോധിക്കണം. അതാണ് മുമ്പേ ഗോവിന്ദമാഷ് ശരി, താഴെ തട്ട് വരെയുള്ള പരിശോധന മുതലുള്ള പരിശോധന നടക്കും. 2 ദിവസം ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ ചേർന്ന്, ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ ചേർന്ന്, പിന്നെ ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി അടക്കം ചേർന്ന്, പിന്നെ ബഹുജനങ്ങളിലും കൂടെ കേൾക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ശരിയാണ്, നല്ലതാണ്, നല്ല കാര്യമാണത്. ശരി, തോൽവിക്ക് കാരണം പിണറായി വിജയനാണെന്ന് CPI നേതൃയോഗത്തിൽ വിമർശനം ഉണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ വരരുത് എന്നുള്ള ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ഒരു തീരുമാനമല്ല, അങ്ങനെ ഒരു ആവശ്യവും ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിണറായി വിജയന്റെ ചില പരാമർശങ്ങൾ വീട്ടിൽ പോയി ചോദിക്കുക, ഡാഷ്മോൻ തുടങ്ങിയ പരാമർശങ്ങൾ തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ള കാര്യവും CPI നേതൃയോഗത്തിൽ ഇത്തരത്തിൽ പരാമർശങ്ങളായിട്ട് അംഗങ്ങളുടെ പരാമർശങ്ങളായിട്ട് വന്നിട്ടുമുണ്ട്. ശ്രീ സിബി സത്യൻ, പിണറായി മാത്രമല്ല ഉത്തരവാദി എന്നുള്ള ശ്രീ M ജയചന്ദ്രന്റെ നിരീക്ഷണം താങ്കൾ എങ്ങനെ കാണുന്നു അതിനെ? സത്യമാണ് മഞ്ജുഷേ. കാരണം പിണറായി മാത്രമല്ല, പിണറായിക്ക് ഏകാധിപത്യം കൽപ്പിച്ചു കൊടുത്തിട്ട് 4 വശവും ദാസ്യന്മാരായി ആജ്ഞാനുവർത്തികളായിട്ട് ഒരു വിമർശനം പോലും പറയാൻ ധൈര്യപ്പെടാവുന്ന ആ ഒരു അനുയായി വൃന്ദമുണ്ടല്ലോ, അവരും ഇതിനകത്ത് ഉത്തരവാദികളാണ്. കാരണം ഇടതുപക്ഷം പറയുന്ന ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ഒരു സ്പിരിറ്റിന്റെ 7 ഇലത്തെങ്കിലും ഇവർ നിന്നിരുന്നെങ്കിൽ, രാജാവ് ദഗ്ധനാണ് എന്ന് വിളിച്ചു പറയാൻ ഇവർക്ക് ഒരാൾക്കെങ്കിലും ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ, ഒരു പക്ഷേ കേരളത്തിലെ CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ അവസ്ഥ ഇതായിരിക്കില്ല. നമ്മൾ ഈ പറയുന്ന CPI അടക്കമുള്ള സംഘടന, CPI ഒരു സ്റ്റാൻഡ് എടുത്തത് ആകപ്പാടെ ഈ പറഞ്ഞ PM ശ്രീയുടെ ഒരു ഇഷ്യൂവിൽ മാത്രമാണ്. അതിനുശേഷം അതിനു മുമ്പോ ശേഷമോ CPI എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒരു സ്റ്റാൻഡും എടുക്കാൻ കഴിഞ്ഞില്ല. അവരിപ്പോ ഈ പറയുന്നു കടക്കൂ പുറത്ത്, അല്ലെങ്കിൽ വീട്ടിൽ പോയിരിക്കൂ, അല്ലെങ്കിൽ ഡാഷ്മോൻ, ഇങ്ങനെ 3-4 വാചകങ്ങൾ കൊണ്ട് ഒരു സർക്കാരിനെ അട്ടിമറിക്കുന്ന ജനതയല്ല കേരളത്തിലേത്. കേരളത്തിലെ ജനത ഈ സർക്കാരിനെ അട്ടിമറിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അട്ടിമറി എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നു, കാരണം കേരളത്തിലെ ജനത ഈ സർക്കാരിനെ അട്ടിമറിച്ചിട്ടുണ്ടെങ്കിൽ അവർ കടന്നുപോയ അത്രയും വർത്ത്ലെസ്നെസിന്റെ ഒരു വലിയ കാലഘട്ടമുണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന കുറിപ്പുകൾ പരിശോധിക്കൂ. അവർ പറയാണ്, നിങ്ങൾ വയനാട്ടിൽ ടൗൺഷിപ്പ് ഉണ്ടാക്കരുതായിരുന്നു, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇത്രയും ആനുകൂല്യം കൊടുക്കരുതായിരുന്നു. അതായത് ജനങ്ങൾ നന്ദി കെട്ടവരാണ്, ജനങ്ങൾ മോശമാണ്, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, അല്ല ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. ഈ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഈ പിണറായിസത്തിന്റെ ഈ ജീർണത കൊണ്ട് എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും മഞ്ജുഷേ? ഈ പറഞ്ഞ വയനാട്ടിലെ ഈ പറഞ്ഞ ടൗൺഷിപ്പ് എന്ന് പറയുന്ന ആരുടെ ഔദാര്യമാണോ? ആണോ? ഒരു സർക്കാരിന്റെ ഫണ്ട് കൊണ്ടുപോലുമല്ല, സർക്കാർ ഒരു ഭിക്ഷാപാത്രം തുറന്നു വെച്ചിരിക്കുകയായിരുന്നു, പൊതുജനങ്ങൾ കൊടുത്ത പൈസയാണത്. ആ പൊതുജനങ്ങൾ കൊടുത്ത പൈസ കൊണ്ടാണ് അവിടെ വീടുണ്ടാക്കിയത്. അവർ 700 കോടി കൊടുത്തപ്പോൾ 80 കോടിയാണ് ഒരു വീടിനായിട്ട് ചിലവാക്കുന്നത് മൊത്തം. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് ഞങ്ങളുടെ ഔദാര്യം പോലെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ ജനങ്ങൾ കാണേണ്ടത്? ഈ പരാജയത്തിന്റെ പടുകുഴിയിൽ കിടക്കുമ്പോഴും ഇത്രയും അഹങ്കാരം പറയുകയും ഇത്രയും ജനവിരുദ്ധമായി സംസാരിക്കുകയും ഇത്രയും ജനങ്ങളെ മാനിക്കാതെ കടന്നുപോവുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ DNA മാറ്റിമറിച്ചില്ലെങ്കിൽ ഇത് വളരെ അപകടം ഉണ്ടാക്കും. CPM ഇങ്ങനെ ആയിരുന്നില്ല. കഴിഞ്ഞ 28 വർഷം 1998 ശേഷം പിണറായി വിജയൻ സെക്രട്ടറിയായി വന്നതിന് ശേഷം വന്ന ഒരു വലിയ മാറ്റമാണിത്. അതായത് ജനങ്ങളെ അങ്ങേയറ്റം പുച്ഛിച്ചുകൊണ്ട് ഈ പറഞ്ഞ ജാതിയും മതവും ഒക്കെ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി നമുക്ക് പിടിച്ചു നിൽക്കാം എന്ന് പറയുന്ന ഒരു ധാരണയിൽ ആണ് ഇവർ കഴിഞ്ഞ എത്രയും കാലം മുന്നോട്ട് പോയത്. അതിന്റെ പരിണിത ഫലമാണിത്. ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരു CPM-ന്റെ അടിസ്ഥാനപരമായ DNA-യിൽ ശുദ്ധീകരണം നടത്തി CPM മുന്നോട്ട് വന്നില്ലെങ്കിൽ ഇത് കേരള രാഷ്ട്രീയത്തിന് ഒരു വലിയ നഷ്ടമായിരിക്കും. കാരണം CPM പൊളിഞ്ഞു പോകുന്ന ആ ഗ്യാപ്പിലേക്ക് ഇരച്ചു കയറാൻ നിൽക്കുന്നത് BJP പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. അതിനെ അനുവദിക്കാതെ CPM തിരിച്ചു വരണം. പക്ഷെ CPM തിരിച്ചു വരണമെങ്കിൽ ഈ പറഞ്ഞ പോലെ പിണറായിസത്തിന്റെ അവസാനത്തെ ദുഷിച്ച പേരും ഇതിൽ നിന്ന് എടുത്തു മാറ്റിയേ പറ്റൂ. ഇതുപോലുള്ള ആജ്ഞാനുവർത്തികളെയും ഇതുപോലെ ഭയം കൊണ്ട് മിണ്ടാതിരുന്നവരെയൊക്കെ മാറ്റി നിർത്തി വളരെ ശക്തമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന, ശക്തമായിട്ട് അഭിപ്രായങ്ങൾ പറയാൻ കഴിയുന്ന ഒരു തലമുറ ഉയർന്നു വരിക തന്നെ വേണം. ഒരു വലിയ ശുദ്ധീകരണം CPM-ൽ ആവശ്യമുണ്ട്. അല്ലാതെ ഈ പറയും ആത്യന്തികമായിട്ട് ജനങ്ങളെ ബഹുമാനിക്കണം. അല്ലാതെ നിങ്ങൾക്ക് 2 രൂപയുടെ പെൻഷൻ തരാം, അതുകൊണ്ട് മര്യാദയ്ക്ക് വന്ന് വോട്ട് ചെയ്തോണം, അല്ലെങ്കിൽ ഞങ്ങൾ ടൗൺഷിപ്പ് കിട്ടിത്തരും, നിങ്ങളെല്ലാം ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് നടക്കില്ല സാർ. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഒരു ജനാധിപത്യത്തിൽ ജനങ്ങളെ ആത്യന്തികമായി ബഹുമാനിക്കാനാണ് രാഷ്ട്രീയ കക്ഷികൾ പഠിക്കേണ്ടത്. ഇതെല്ലാ കാലത്തും ഈ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ ഒരു ഗുണവും ദോഷവും ഇതാണ്. അവര് അധികാരം കിട്ടുമ്പോൾ കുറച്ച് കളിയൊക്കെ കളിക്കും, കുറച്ച് വേലത്തരമൊക്കെ കാണിക്കും. പക്ഷെ ആത്യന്തികമായിട്ട് അവര് ഈ CPM ജനങ്ങളെ വെറുപ്പിക്കുന്നത് പോലെ അത്രയ്ക്ക് വെറുപ്പിക്കില്ല. അപ്പം ഇപ്പോഴും നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, പാർട്ടി ഈ വിഷയം പരിഗണിക്കുമ്പോൾ ഏറ്റവും ആത്യന്തികമായി കാണേണ്ട വിഷയം എന്ന് പറയുന്നത്, ഇത് UDF അനുകൂല വോട്ടല്ല സംഭവിച്ചത്, ഇത് LDF വിരുദ്ധ വോട്ടാണ്, പിണറായി വിരുദ്ധ വോട്ടാണ് നടന്നത്. അതായത് ജനങ്ങളുടെ വെറുപ്പ് കൊണ്ട് മാത്രമാണ് അവർ UDF വോട്ട് ചെയ്തത്. അല്ല UDF ഇഷ്ടം കൊണ്ട് വോട്ട് ചെയ്ത് 102 സീറ്റ് കൊടുത്തു എന്ന് എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും കടുത്ത UDF-കാരനല്ലാതെ മറ്റാരെങ്കിലും പറയുമെന്ന്. ഒരു കാരണവശാലും അങ്ങനെയല്ല. ഇടതുപക്ഷത്തിനുള്ള ആധിക്യം കൊണ്ട് മാത്രമാണ് പറയുമ്പോൾ പാർട്ടി അണികളിൽ നിന്ന് പോലും ഉണ്ടായി എന്നുള്ളതാണ് ഈ തിരിച്ചടിയുടെ ആക്കം കൂടാൻ
കാരണമായത്. ഇപ്പോൾ വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് CPIയുടെ വിമർശനം? CPIയുടെ നേതൃയോഗത്തിൽ, ഏത് നേതൃയോഗത്തിലാണ് ഇങ്ങനൊരു വിമർശനം ഉണ്ടായത്? പാർട്ടി നേതാക്കൾ ഒന്നടങ്കം വിമർശിക്കുകയായിരുന്നോ? എങ്ങനെയാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും എക്സിക്യൂട്ടീവിലുമാണ് വിമർശനം ഉയർന്നത്. സർക്കാരിനെതിരായ വികാരം, ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം തന്നെ പിണറായി വിജയനെതിരായ വികാരവും ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായെന്നാണ് CPIയുടെ നേതൃയോഗങ്ങളിലെ ചർച്ചയുടെ ഒരു പൊതു ട്രെൻഡ്. വെള്ളാപ്പള്ളി നടേശനെ അനുകൂലിക്കുന്ന മുഖ്യമന്ത്രിയുടെ സമീപനം ന്യൂനപക്ഷങ്ങളെ അകറ്റി, വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് പത്തനംതിട്ടയിൽ പറഞ്ഞത്, ഡാഷ്മോൻ പരാമർശം തെരഞ്ഞെടുപ്പിന് തലേ ദിവസമായിരുന്നു, ചെറ്റത്തരം പരാമർശങ്ങൾ എന്നിവ തിരിച്ചടിച്ചു എന്ന അഭിപ്രായം യോഗത്തിൽ ഉയർന്നു വന്നു. പാർട്ടിയിലെ എതിർശബ്ദങ്ങളെ അടിച്ചമർത്തിയതും തിരിച്ചടിക്ക് വഴിവെച്ചുവെന്നും CPIയുടെ നേതൃയോഗത്തിൽ വിമർശനം വന്നു. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കരുതെന്ന ആവശ്യം കൂടി CPI മുന്നോട്ട് വയ്ക്കുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പുതിയ ആളുകൾ വരണം, പിണറായി വരുന്നത് തിരിച്ചടിയാകുമെന്നും CPIയുടെ യോഗങ്ങളിലൊക്കെ വിമർശനമുണ്ടായി. പക്ഷെ അത് CPIക്ക് തീരുമാനിക്കാവുന്ന വിഷയമല്ലെന്നായിരുന്നു നേതൃത്വത്തിന്റെ മറുപടി. കാരണം CPM ആണ് ആരെയാണ് പ്രതിപക്ഷ നേതാവായി കൊണ്ടുവരേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. എങ്കിലും പറയാവുന്ന വേദികളിൽ ഇത് പറയാമെന്ന് CPIയുടെ നേതൃത്വം ഈ ചർച്ചയിൽ മറുപടിയായി പറഞ്ഞു. CPIയുടെ നേതൃത്വത്തിനെതിരെയും വലിയ വിമർശനമാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സ്ഥാനാർത്ഥിനെതിരെ വീഴ്ചയടക്കം തിരിച്ചടിയായി നേതൃപരമായ വലിയ വീഴ്ച ഈ പരാജയത്തിന് കാരണമായെന്ന് CPI നേതാക്കളെ വിമർശിച്ചു. അതിനപ്പുറത്തേക്ക് പിണറായി വിരുദ്ധത തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണം എന്ന ഒരു പൊതുവികാരമാണ് CPIയുടെ നേതൃയോഗങ്ങളിൽ ഉണ്ടായത്. ശരി അരുൺ. ശ്രീ എം ജയേന്ദ്രൻ, CPI തന്നെ ഇതിൽ നിന്ന് എങ്ങനെ കരകയറാം എന്ന് ആലോചിച്ചിരിക്കുകയാണ്. അവരും ഒരു ഗൃഹപാഠം ചെയ്യേണ്ടി വരും എന്തായാലും. ബിനോയ് വിശ്വത്തിനെതിരെ സ്വാഭാവികമായിട്ടും വിമർശനം ഉയരുകയും ചെയ്യും. ആ സമയത്ത് CPMനെ ഈ രീതിയിൽ, പിണറായി വിജയനെ ഈ രീതിയിൽ വിമർശിച്ചിരിക്കുകയാണ്. താങ്കൾ എങ്ങനെ കാണുന്നു ഇതിനെ? അരുണുണ്ടോ കൂടെ? അരുണുണ്ടോ? അരുണിന് ഫോണിൽ തരാം. ശരി, ശ്രീ എം ജയേന്ദ്രൻ പറഞ്ഞോളൂ. അരുണിനോട് ഒരു കാര്യം പറയാനായിട്ടാണ് നീ പറഞ്ഞതിൽ ഫോണിൽ വിളിക്കണേ. നമ്മുടെ ചർച്ച തുടങ്ങിയ സമയത്ത് പറഞ്ഞത് ഞാൻ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കി. CPIയുടെ ഒരു നേതാവിനെ തന്നെയാണ് വിളിച്ചത് ഈ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ പിണറായി വിരുദ്ധത എന്നൊരു പരാമർശം അവർ സ്വീകരിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനം സംബന്ധിച്ച് മറ്റേ പുതുതലമുറയ്ക്ക് കൊടുക്കുന്നതാണ് നല്ലത്, ഉചിതം എന്നൊരു അഭിപ്രായം അവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മളല്ല തീരുമാനിക്കേണ്ടത്, മറുപടിയും വന്നിട്ടുണ്ട്. പിണറായി വിരുദ്ധതയാണ് ഉണ്ടായിട്ടുള്ളത് എന്നൊരു സമീപനം അവർ സ്വീകരിച്ചിട്ടാണ് ആ സഖാവ് ഉയർന്ന ഒരു സഖാവ് എന്നോട് പറഞ്ഞത്. അപ്പൊ അത് അരുണോടൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ അരുണുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പൊ അത്തരത്തിൽ ഞാൻ മുമ്പേയും പറഞ്ഞത് ഇത് തന്നെയാണ്. ഈ ഇവിടെ UDFനോടുള്ള ആനുകൂല്യം കൊണ്ടോ UDFനോട് താല്പര്യം കൊണ്ടോ അല്ല ഇത്രയധികം കനത്ത മാരകമായ ഒരു പരാജയം തന്നെ ഉണ്ടായത്. അത് പാർട്ടി അണികളും അനുഭാവികളും മാത്രമല്ല, പാർട്ടി പ്രവർത്തകർ വരെ UDFന് വോട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പല മണ്ഡലങ്ങളിലെയും ബൂത്ത് തലത്തിലുള്ള ആ വോട്ടിംഗ് ഇത് നോക്കിയാൽ, ഞാൻ പലതും പരിശോധിച്ചു, അതുകൊണ്ട് ഞാൻ പറയുന്നത് കണ്ടാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും ആ വ്യത്യാസം. പാർട്ടി വോട്ടുകളാണ് ഒഴുകി പോയിരിക്കുന്നത്, UDF പക്ഷത്തേക്ക് പോയിരിക്കുന്നത്. പിന്നെ ഇപ്പം മഞ്ചേശ്വരത്ത് ഉദാഹരണത്തിന്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദാഹരണമല്ല, അത് മറ്റൊരു ഉദാഹരണമാണ്. കെട്ടിവെച്ച കാശ് CPMന് പോയ സ്ഥലമാണ് മഞ്ചേശ്വരം. 21,000 വോട്ടാണ് കോൺഗ്രസിന് കൊടുത്തത് അവിടെ, BJP ജയിക്കാതിരിക്കാൻ 21,000 വോട്ട്. അത് ആ ബൂത്ത് ഘടനയും മൊത്തം കിട്ടിയ വോട്ട് നോക്കിയാൽ മനസ്സിലാവും മഞ്ജുഷ. അത് തിരിച്ചത് കോൺഗ്രസിന് പ്രതീക്ഷിക്കാനേ കഴിയില്ല. കോൺഗ്രസിന് കിട്ടിയിട്ടുമല്ല, കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുമല്ല CPM അത് ചെയ്യുന്നത് കേട്ടോ, അത് വേറൊരു കാര്യം. പക്ഷെ അപ്പുറത്ത് അവരുടെ സ്വന്തം കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോയി ഒരുപാട്. അത് പ്രാദേശികമായി ഉള്ള ഒരു വികാരത്തിന്റെ പ്രശ്നമുണ്ട്, അല്ലെ എതിർപ്പിന്റെ പ്രശ്നമുണ്ട്. ആ എതിർപ്പ് പ്രാദേശികമായ നിരവധി പ്രശ്നങ്ങളുടെ ഒരു കൂടിച്ചേരലായിട്ടാണ് വന്നത് എന്ന് മാത്രമല്ല, ഞാൻ മുമ്പേ സൂചിപ്പിച്ച ആ തിരുത്തൽ സംഘടനാപരമായി, സംഘടനാ ശരീരത്തിൽ വേണ്ട തിരുത്തലുകൾ വരുത്താനായി പാർട്ടി നിർദ്ദേശിച്ചിട്ട് അതിന് പുല്ലുവില കൽപ്പിച്ച ജില്ലാ ഘടകങ്ങളും നേതൃത്വവും അതിന്റെ താഴേക്കുള്ള ഘടകങ്ങളും അവരാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കക്ഷികൾ എന്ന് പറയുന്നത്. പക്ഷേ ഉത്തരവാദിത്വം കൂട്ടുത്തരവാദിത്വമാണല്ലോ. ഇപ്പോൾ അരുൺ ടെലിഫോൺ ലൈനിലുണ്ട്. താങ്കൾ കേട്ട അറിവുകളൊന്നും അരുണിനോടൊന്ന് പറഞ്ഞോളൂ. ശരി, അരുണേ ഉണ്ടോ? അരുണുണ്ട്. ഞാൻ ഇതായിരുന്നു അരുൺ പറഞ്ഞത്. പിന്നെ മറ്റേ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന്റെ തർക്കമൊക്കെ വന്നു, അത് നമ്മളല്ല തീരുമാനിക്കുന്നത് എന്നും പറഞ്ഞു. പിണറായി വിരുദ്ധത ഉണ്ട് എന്ന അവരുടെ മീറ്റിംഗിൽ ചർച്ച ഉണ്ടായില്ല. CPIയുടെ അല്ലേ?
ഇന്നത്തെ യോഗം വൈകുന്നേരത്തെ അരുൺ അതാണല്ലോ റിപ്പോർട്ട് ചെയ്തത് തുടക്കത്തിൽ. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പിണറായി വിജയൻ എന്ന് പറഞ്ഞൊരു പരാമർശം അവരുടെ മീറ്റിംഗിൽ നടന്നിട്ടില്ല, അത് അവരങ്ങനെ ചെയ്തിട്ടുമില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. മാധ്യമങ്ങൾക്ക് പിന്നെ എങ്ങനെയും പറയാമല്ലോ, അവർക്ക് അവരതും പറഞ്ഞു. അല്ലല്ലോ ഉണ്ടായ വിവരം അരുണെ, അത് പിന്നെ ഈ ഡാഷ്മോൻ മറ്റേ വീട്ടിൽ പോയി ചോദിക്കുക ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ അത് തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ള കാര്യം വന്നില്ലേ CPI നേതൃയോഗത്തിൽ? കാരണമെന്ന് നേതാക്കൾ പറഞ്ഞു എന്നുള്ള ഞാൻ പറഞ്ഞ അത് അങ്ങനെ വന്നിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. മറ്റേ ഈ പറഞ്ഞതൊക്കെ മഞ്ജുഷ ഇപ്പൊ പറഞ്ഞതൊക്കെ വന്നു. നേരത്തെ പറഞ്ഞിരുന്നു ഈ തുടക്കത്തിൽ അരുൺ പറഞ്ഞപ്പോൾ അതിൽ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ കാര്യത്തിൽ എന്തോ താങ്കൾ അങ്ങനെയല്ല മനസ്സിലാക്കിയതെന്ന് പറയുകയുണ്ട്. അതും കൂടെ അരുണിനോടൊന്ന് ചോദിച്ചേക്ക് ജയേന്ദ്രൻ. ഈ പിന്നെ അത് ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിണറായി വിരുദ്ധത കൊണ്ടാണ് ഈ തിരിച്ചടി ഉണ്ടായതെന്ന് അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലെ കാര്യമാണ്. അതിലും താങ്കൾ പറഞ്ഞുല്ലോ റിപ്പോർട്ടിംഗിൽ ചില പ്രശ്നമുണ്ടെന്ന്. അതാണ് ശ്രീ ജയന്ദ്രൻ. അല്ലല്ല, തുടക്കത്തിൽ താങ്കൾ പറഞ്ഞിരുന്നു CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടന്ന കാര്യങ്ങൾ താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അതുപോലെ അല്ല അരുൺ പറഞ്ഞതെന്ന് താങ്കൾ പറഞ്ഞിരുന്നു ഇവിടെ. അങ്ങനെയല്ല, അരുണിന് കൃത്യമായിട്ട് കിട്ടിയ വിവരമേ അരുൺ പറയുകയുള്ളൂ, തെറ്റായ വിവരങ്ങൾ നൽകില്ല. അരുണെ, ഞാൻ പറഞ്ഞതേ അവിടെ ഈ പിന്നെ തോൽവിയെ സംബന്ധിച്ച ഓരോരുത്തരുടെയും പങ്കിനെ പറ്റി പിന്നെ വിലയിരുത്തുകയോ അല്ലെങ്കിൽ ആരെങ്കിലും മുഖ്യമന്ത്രിയുടെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതിലുള്ള ചർച്ചയല്ല ഇന്ന് സെക്രട്ടേറിയറ്റിൽ നടന്നത്. മൊത്തത്തിലുള്ള ഈ മാരകമായ തിരിച്ചടി, അങ്ങനെയാണ് ഒരാൾ വിശേഷിപ്പിച്ചത്, ആ മാരകമായ തിരിച്ചടിയുടെ ആധാരമായ എല്ലാ വശങ്ങളും നാനാവശങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ച് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്, ആ ഒരു കാര്യമാണ് ഇന്ന് ചർച്ച ചെയ്തതും. അതാണ് ഇടയ്ക്ക് വെച്ച് സെക്രട്ടേറിയറ്റിന്റെ ഇടയ്ക്ക് തന്നെയാണല്ലോ പിന്നെ ഗോവിന്ദമാഷ് വരുന്നതാരും അറിയാമല്ലോ. ഈ അത്രയും കാര്യങ്ങൾ മാത്രം പറഞ്ഞത് തിരിച്ചു പോകുന്നതും. അപ്പോൾ ബാക്കി കാര്യങ്ങളാണ് ഈ മെയ് ജൂൺ മാസങ്ങളിലായിട്ട് സംഘടനാ കമ്മിറ്റികളിലേക്ക്. CPM സെക്രട്ടേറിയറ്റ് അത്ര ഒരു വിമർശനം ഉണ്ടായെന്നല്ല ഞാൻ പറഞ്ഞു. CPIയുടെ സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ കാര്യമാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തത്. CPM സെക്രട്ടേറിയറ്റിൽ അങ്ങനെ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. CPM സെക്രട്ടേറിയറ്റ് ചർച്ചയുടെ വിശദാംശങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. എക്സിക്യൂട്ടീവിലും ഇത്തരം പരാമർശമുണ്ടായി. മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ, മുഖ്യമന്ത്രിയുടെ നിലപാട്, ധാർഷ്ട്യം അടക്കമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായി തന്നെയാണ് CPIയുടെ നേതൃത്വങ്ങളിൽ ഉയർന്ന വിമർശനം. അതിൽ ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് എതിരായിട്ടുള്ള പിണറായി വിരുദ്ധത കൊണ്ടാണ് ഈ തോൽവി ഉണ്ടായതെന്ന് അവിടെ പറഞ്ഞതായിട്ട് പിന്നെ മഞ്ജുഷ് ഇങ്ങനെ പറഞ്ഞു എന്ന് അരുൺ പറഞ്ഞതായിട്ട്. അല്ല, അങ്ങനെയല്ലല്ലോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. വീട്ടിൽ പോയി ചോദിക്കൂ ഡാഷ്മോൻ ഇങ്ങനത്തുള്ള പരാമർശങ്ങൾ എന്നുള്ളതാണ്. താങ്കൾ അതിൽ താങ്കൾക്ക് തെറ്റിയതാണ്. താങ്കൾ അത് കേട്ടതിന്റെ ഒരു അല്ല, തോൽവിക്ക് കാരണം പിണറായി വിരുദ്ധ വികാരം എന്ന് വിമർശനം എന്നുള്ളത് CPIയുടെ നേതൃയോഗത്തിൽ സംഭവിച്ചാണ്. ശരി, അതിനകത്ത് കൺഫ്യൂഷൻ വേണ്ട. ശരി, മഞ്ജുഷേ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വേറൊരു വലിയ വിഷയമാണ്. ആക്ച്വലി ഈ പിണറായി വിരുദ്ധത കൊണ്ട് വലിയ പരിക്കേൽക്കപ്പെടാതെ പോകാമായിരുന്ന ഒരു പാർട്ടിയായിരുന്നു CPI.യുടെ 3-4 സീറ്റുകളൊക്കെ അവർ കൊണ്ട് കളഞ്ഞത് വെറും ഈ പറഞ്ഞ പോലെ നേതൃപരമായ ശേഷിയില്ലായ്മ കൊണ്ട് മാത്രമാണ്. ഈ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ചാത്തന്നൂർ സീറ്റിൽ അവർ CPI കൊണ്ടുവന്ന് BJPയുടെ കയ്യിൽ കെട്ടിയേൽപ്പിച്ച ഒരു സീറ്റ് എന്നാണ് ഞാൻ എന്നെ വിളിക്കുന്നത്. കാരണം അത്രമാത്രം ശക്തമായ ഇടതുപക്ഷ അടിത്തറയുള്ള ഒരു സീറ്റാണ് ചാത്തന്നൂർ നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ ടേമിന്റെ മണ്ടത്തരം കൊണ്ട് മാത്രം കൊണ്ട് കളഞ്ഞ ഒരു മണ്ഡലമാണ് ചാത്തന്നൂർ. അതുപോലെ ചടയമംഗലം ഉറച്ച മണ്ഡലമാണ്. ചിഞ്ചുറാണി എന്ന് പറയുന്ന CPIയുടെ MLA മന്ത്രിയായിരുന്ന ചിഞ്ചുറാണിക്കെതിരെയുള്ള അതിശക്തമായ ജനവികാരം അത് മണ്ഡലത്തിലായാലും പാർട്ടിക്കുള്ളിലായാലും അതിഭീകരമായ സംതൃപ്തി ഉണ്ടായിരുന്നു. അതിന് നേരെ പൂർണ്ണമായും കണ്ണടച്ചുകൊണ്ടാണ് അവരെ വീണ്ടും മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചത്. ആ ഒറ്റ കാരണം കൊണ്ടാണ് ആ അടിയുറച്ച മണ്ഡലം നഷ്ടപ്പെട്ടത്. അതുപോലെ നഷ്ടപ്പെട്ട മറ്റൊരു മണ്ഡലമാണ് തൃശ്ശൂർ ഒരു പക്ഷേ VS സുനിൽകുമാറിനെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ തൃശ്ശൂരിന്റെ ഫലം മറ്റൊന്നായി പോയനെ. അപ്പം ഇതുമാതിരിയുള്ള ഗ്രൂപ്പിസവും അതുപോലെ തന്നെയുള്ള മണ്ടൻ തീരുമാനങ്ങളും അശാസ്ത്രീയമായ ടൈം വ്യവസ്ഥകളും, അതായത് ഒരു രാഷ്ട്രീയത്തിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് തീരുമാനമെടുക്കാനുള്ള ശേഷിയില്ലായ്മയും CPI ഏറ്റവും കൂടുതൽ പ്രകടമാക്കിയ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നാണിത്. ഇല്ലെങ്കിൽ ഇത്തരം ഈ CPIയുടെ എങ്കിലും ഫലം വളരെ വ്യത്യസ്തമായ അല്ല, ഈ ചാത്തന്നൂര് അവിടെ ജയിച്ച BJPയുടെ ഇപ്പൊ MLA ആയിട്ടുള്ള ആള് അദ്ദേഹം SNDP യോഗം പ്രസിഡന്റാണെന്നും കേട്ടു. ആ തരത്തിലൊരു പിന്നെ ഏകോപനം ഉണ്ടായെന്നും കേട്ടു.
അതാ താങ്കൾക്ക് അറിയാമല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. സാറേ അത് ചിലപ്പോൾ ഉണ്ടായേക്കും. ഞാൻ അദ്ദേഹത്തിന്റെ ആ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് സാമുദായിക ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയില്ല. പക്ഷേ BDJS എന്തായാലും അവരുടെ ഭാഗമായിട്ടാണ്. CPIക്ക് അവിടെ ഉണ്ടായ വീഴ്ചയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: LDFന്റെ തോൽവിക്ക് ഉത്തരവാദി പിണറായി മാത്രമോ? അതേന്ന് 86% പ്രേക്ഷകർ, അല്ല എന്ന് 11%. പാർട്ടി പേര് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.